ശബരിമലയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തിരഞ്ഞു നോക്കുമ്പോൾ വളരെ പഴയ കാലത്ത് എഴുതിയ 3-4 ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ പറയേണ്ടത്, ഒരു വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചാണോ ആ വ്രതമനുഷ്ഠിക്കുന്നത് ആ ദേവതയുടെ പേര് വ്രതം തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഭക്തന് കിട്ടുന്നു എന്നതാണ്. ഹജ്ജ് എന്ന തീർത്ഥാടനം ചെയ്തു വന്നതിന് ശേഷം മാത്രമാണ് ഹാജിയായി മാറുന്നത്. ഇവിടെ ശബരിമല ദർശനം ചെയ്യാൻ പോകുന്ന ഒരു ഭക്തൻ മാലയിട്ട സമയത്ത് സ്വാമിയായി മാറി. ആ ശബരിമലയുടെ മുകളിലിരിക്കുന്ന ദേവതയുടെ പേര് സ്വാമിയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ആ സ്വാമി എന്ന പേര് വ്രതം തുടങ്ങുന്ന സമയത്ത് തന്നെ കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം. ഏതെല്ലാം ഗ്രന്ഥങ്ങളിലാണിത് പറഞ്ഞിരിക്കുന്നത്? ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഥകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കഥകളുടെ പുറകെ പോകരുത് എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധം 3-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പരീക്ഷിത് രാജാവിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മർഷിയെ കൊണ്ട് വ്യാസമഹർഷി പറയിപ്പിക്കുകയാണ്, കഥായിമാസ്തെ കഥിതാമഹീയസാം. അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ പല കഥകൾ പറഞ്ഞു തന്നു. രാജാക്കന്മാരുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. ആ കഥകളുടെ ഉപകഥകളും ആ ഉപകഥകൾക്കുള്ള ഉപകഥകളും ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതെന്തിനു വേണ്ടിയാണ് പറഞ്ഞത് എന്നാണെങ്കിൽ, അങ്ങക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ കാണുന്ന സുഖങ്ങളൊന്നും ശാശ്വതമല്ല രാജാവേ, ഇതിനപ്പുറത്തൊരു സുഖമുണ്ട്, പരലോകവാസം. ഇഹലോകവാസത്തെ സുഖമല്ല വലുത്. അതിനുവേണ്ടി അങ്ങക്കൊരു വൈരാഗ്യബുദ്ധി ഉണ്ടാകണം, വിജ്ഞാനവും ഉണ്ടാകണം. വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ നതു പാരമാർത്ഥ്യം. ഈ കഥകളൊന്നും യഥാർത്ഥമായ പാരമാർത്ഥ്യമായിരിക്കുന്ന കഥകളായിരുന്നില്ല, അല്ലയോ രാജാവേ. അപ്പോൾ കഥകളുടെ പുറകെ പോകരുത് എന്ന സന്ദേശം വ്യാസമഹർഷി നമുക്ക് തരുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ് ഈ അയ്യപ്പൻ്റെ പുറകിലുള്ളത്. മഹിഷി എന്ന് പറയുന്ന ഒരു കുതിരത്തലയുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു അസുരനെ ഒരു ദേവത കൊല്ലുന്നു. കുതിരത്തല എങ്ങനെയാണ് ഒരാൾക്ക് വരുന്നത്? ശബരി എന്ന് പറയുന്ന ആ സ്ത്രീ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ശ്രീരാമൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തത്വത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് കഥകൾ തന്നിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വം, ആധ്യാത്മിക തത്വം, സാധാരണക്കാരായ മനുഷ്യരെ, ഭക്തജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കഥകളിലൂടെ അവർ തന്നിരിക്കുകയാണ് നമുക്ക്. അയ്യപ്പ ഗീത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ഭൂതനാഥാഭ്യുദയം കാവ്യം, ഭൂദേശ കൽപ്പമഞ്ജരി, ശ്രീഭൂതനാഥ സർവസ്വം, മഹാശാസ്തു പൂജാകൽപ്പം, ശ്രീ ഭൂതനാഥോപാഖ്യാനം. ഇത്രയും ഗ്രന്ഥങ്ങളിലാണ് ഈ ആചാരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അയ്യപ്പഗീത അച്യുതാനന്ദജി മഹാരാജ് രചിച്ചതാണ്. ജ്ഞാനാനന്ദ സരസ്വതി വ്യാഖ്യാനിച്ചതാണ്. ജ്ഞാനാനന്ദ ആശ്രമം പ്രസിദ്ധീകരണമാണ്. കാശിയിൽ തിലപാണ്ഡികേശ്വരം എന്ന് പറഞ്ഞൊരു മഠമുണ്ട്. കേരള സന്യാസിമാരുടെ ആസ്ഥാനമായ മഠമാണത്. അവിടെയുള്ള മലയാളികൾക്കൊരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം. അതിനുവേണ്ടി യതിവരനായിരിക്കുന്ന നാരായണഗിരി മഹാരാജിൻ്റെ ശിഷ്യനോട് പറയുകയാണ്, നീ കേരളത്തിൽ പോയി അയ്യപ്പൻ്റെ ചരിത്രം, അതിൻ്റെ രഹസ്യ സ്വഭാവം എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് നീ ശരിക്ക് പഠിച്ചു വരിക. അങ്ങനെ അദ്ദേഹം ഇവിടെ കേരളത്തിൽ വന്നത് മുഴുവൻ പഠിച്ചതിന് ശേഷം ഇത് മുഴുവനും ശബരിമല ദർശനം എന്ന് പറയുന്നത് ഒരു ഉപനിഷത്ത് ദർശനമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഈ അയ്യപ്പ തത്വം സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി രചിച്ചതാണ് അയ്യപ്പ ഗീത എന്ന് പറയുന്ന ഗ്രന്ഥം. 1946 ഭൂതനാഥ സർവസ്വം വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള രചിച്ചതാണത്. 1943 രചന തുടങ്ങിയത്. 1946 ഗ്രന്ഥരചന പൂർത്തിയായി. 1943 മഹാശാസ്തു പൂജാകൽപ്പം. അനവധി 65ഓളം മന്ത്രങ്ങൾ ഋഷി ഛന്ദസ് ധ്യാനത്തോടുകൂടി ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാശാസ്താവിൻ്റെ പൂജാകൽപ്പം
1929, ഏകദേശം 95 വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ ഭൂതനാഥോപാഖ്യാനം, അത് കിളിപ്പാട്ടാണ്, മലയാള ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. കല്ലറക്കൽ കൃഷ്ണൻ കർത്ത എഴുതിയ ഗ്രന്ഥമാണത്. ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യുവാൻ വേണ്ടി ഒരു സന്യാസിയെ കേരളത്തിലേക്ക് അയച്ചു. ആ സന്യാസി വേദാന്തം മുഴുവൻ പഠിച്ച വ്യക്തിയായിരുന്നു. ആ വേദാന്ത തത്വങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി അയ്യപ്പനും ശബരിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ, അയ്യപ്പനും പന്തള രാജാവും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ ഗ്രന്ഥം എഴുതിയത്. ഈ ശബരി എന്ന് പറയുന്നത് ശ്രീരാമൻ ജീവിച്ചിരുന്ന സമയത്തുള്ള ശബരിയാണോ, ഇല്ലെങ്കിൽ വേറെ ശബരി എന്ന് പേരുള്ള ഒരു സ്ത്രീയാണോ? ഇതിൻ്റെ പുറകെ പോകരുത്. ശവം രാധി ഇതി ശബരി വഭയോരഭേദ. വ എന്ന അക്ഷരത്തിനും ബ എന്ന അക്ഷരത്തിനും വ്യത്യാസമില്ല. വഭയോരഭേദ. അപ്പോൾ ശബം രാധി, അതാണ് ആ പദത്തിൻ്റെ വ്യുത്പത്തി. വ തന്നെയാണ് ബ. അപ്പോൾ ശവം, ശവത്തെ, മരിച്ചതിന് ശേഷം ശവത്തെ എടുത്തു മാറ്റുന്ന ജോലി ചെയ്യുന്ന സ്ത്രീയാണ് ശബരി. ഇത്ര മനസ്സിലാക്കുക. ശബരിയും അയ്യപ്പനും തമ്മിൽ എന്തെല്ലാമാണ് സംസാരിച്ചത്? ഇതാണ് അയ്യപ്പഗീത. തത്വോപദേശം മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ അധ്യായത്തിൽ 18 അധ്യായമാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അയ്യപ്പസ്വാമിയുടെ ചരിത്രമാണ് ആദ്യത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിലാണ് ഗുരുശിഷ്യ രൂപത്തിൽ അയ്യപ്പനും ശബരിയും തമ്മിലുള്ള സംവാദം നടക്കുന്നത്. തത്വമസിയുടെ സങ്കല്പം എന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ശബരി അയ്യപ്പനോട് ചോദിക്കുന്നുണ്ട്. ശിഷ്യയുടെ ശങ്കയ്ക്ക് സമാധാനം തരുന്നതായിട്ടാണ് മൂന്നാമത്തെ അധ്യായം അയ്യപ്പഗീതയിൽ പറയുന്നത്. ഗീതോപദേശ സമയത്ത് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം. അർജുനൻ പറയുകയാണ്, അങ്ങീ പറയുന്നത് മുഴുവൻ ആധ്യാത്മിക തത്വങ്ങളാണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീകൃഷ്ണ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മനസ്സ് ചഞ്ചലമാണ്. ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി, ഇത് മതിക്കുന്നതാണ്, ദൃഢമാണ്, പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. വായോരിവ സുദുഷ്കരം. ഒരു കരിയിലയെ വായു കിലോമീറ്റർ ദൂരത്തിൽ പറത്തി കൊണ്ടുപോകും. ഒരു ബസ്സിൻ്റെ പുറകെ ഒരു ഇല പറന്നു പോകും കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച്. അതുപോലെ എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കൃഷ്ണ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് കൃഷ്ണൻ പറയാണ്, അഭ്യാസേനച്ച വൈരാഗ്യനച്ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യബുദ്ധി കൊണ്ടും ഞാനീ പറഞ്ഞത് നിനക്ക് മനസ്സിലാകും. നിനക്ക് അഭ്യാസം വേണം. ഒരു കുടം വെള്ളം ഒരു പാറയുടെ മുകളിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ പാറയ്ക്ക് ഒന്നും സംഭവിക്കില്ല. 100 പ്രാവശ്യം വെച്ചിട്ട് എടുക്കുമ്പോൾ അത് തേയ്മാനം സംഭവിക്കുന്നത് പോലെ അഭ്യാസം കൊണ്ടും നിനക്കത് സാധിക്കും. ഇങ്ങനെ ശബരി ചോദിക്കുകയാണ്, കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് സരോജാക്ഷ. ഹേ സരോജാക്ഷ, സരോജം സരസിൽ ജനിക്കുന്നത് താമര. ആ താമരയുടെ ഭംഗിയുള്ള അക്ഷമുള്ളത് സരോജാക്ഷൻ, സുന്ദരനായിരിക്കുന്ന അയ്യപ്പൻ എന്നർത്ഥം. അല്ലയോ സുന്ദരനായിരിക്കുന്ന അയ്യപ്പ, കർമ്മശാന്തി എങ്ങനെയാണ് ലഭിക്കുന്നത്? മനഃശാന്തി എങ്ങനെ ലഭിക്കുന്നു? വാസനാക്ഷയം എങ്ങനെ സംഭവിക്കുന്നു? കഥം ഭവേത്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ശബരി അയ്യപ്പനോട് ചോദിക്കുകയാണ്. ഭക്തി കൊണ്ട് അല്ലയോ ശബരി കർമ്മശാന്തി കിട്ടുന്നു, ജ്ഞാനം കൊണ്ട് മനഃശാന്തി, വൈരാഗ്യം കൊണ്ട് വാസനാക്ഷയം കിട്ടുന്നു. ഇനി ഉപനിഷത്ത് തത്വവിചാരം, വേദാന്തപരമായിരിക്കുന്ന തത്വത്തെ വിചാരം ചെയ്യുന്നത് കൊണ്ട് ഇത് മൂന്നും ഇത് കിട്ടുന്നു. ഇനി വേറൊരു കാര്യം കൊണ്ടും ഇത് കിട്ടും. അല്ലയോ ശബരി ഗുരുസേവയ, ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇത് മുഴുവൻ കിട്ടും. അല്ലയോ ശബരി എന്ന് അയ്യപ്പൻ പറയുകയാണ്. ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ അഥവാ ഗുരുസേവയ, ഗുരുസേവ കൊണ്ട് ഇത് സാധിക്കും. ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ പ്രവാഹമാണ് വാസന എന്ന് പറയുന്നത്. ഒരു നിശ്ചലമായ വെള്ളത്തിലൊരു കല്ല് വീഴുമ്പോൾ ഓളങ്ങളിങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതി നിയമമനുസരിച്ച് വരുന്നു, ഇത് തടയാൻ പറ്റില്ല. അതുപോലെയാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലം ഈ ജന്മത്തിൽ വാസനാരൂപത്തിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ 18ാം പടിയുടെ തത്വം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യപ്പൻ ശബരിയോട് പറയുകയാണ്, 18ാം പടി എന്ന് പറയുന്നത് 17 തത്വപ്രതിബന്ധങ്ങളാണ്. ആത്മാവിനെ ദർശിക്കുവാൻ വേണ്ടി തത്വപ്രതിബന്ധങ്ങൾ മനുഷ്യനെ ബാധിച്ചിരിക്കുന്നു. ഇതാണ് 17 തത്വങ്ങൾ. ഈ 17 തത്വവും കടന്ന് 18ാമത്തെ തത്വമായിരിക്കുന്ന ജീവാത്മാവ് എന്ന തത്വത്തെ ബോധിക്കുന്ന സമയത്താണ്, അവിടെ എഴുതി വച്ചിരിക്കുന്ന തത്വമസി വായിക്കുന്ന സമയത്ത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം സംഭവിക്കുന്നത്.
ഈ 17 തത്വപ്രതിബന്ധങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് നോക്കേണ്ടത്. പ്രകൃതി തത്വങ്ങൾ 5 തരത്തിൽ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുവാനോ അറിയുവാനോ സാധ്യമാകുന്നില്ല. 5 കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, ആനന്ദമയകോശം, വിജ്ഞാനമയകോശം. അതിൽ അന്നമയകോശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. ഒരു മനുഷ്യന് 3 ശരീരമുണ്ട്: സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. സ്ഥൂലം എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ സ്ഥൂല ശരീരത്തെയാണ്. എൻ്റെ ശരീരത്തിനകത്താണ് സൂക്ഷ്മ ശരീരമുള്ളത്. ഇത് അന്ധക്കരണ വൃത്തിയാണ്. ഇത് എനിക്കോ നിങ്ങൾക്കോ കാണാൻ സാധ്യമല്ല. ഞാൻ ജനിക്കുവാനുള്ള ഒരു കാരണമുണ്ട്, അതാണ് കാരണശരീരം. അത് കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലമാണ് എന്ന് സാമാന്യന പറയാം. വേറെ തരത്തിൽ അർത്ഥകൽപ്പനയുണ്ട് ഈ ശരീരങ്ങൾക്ക്. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്രയും മാത്രം മനസ്സിലാക്കുക. അന്നമയ കോശം എന്ന് പറയുന്നത് സ്ഥൂല ശരീരമാണ്. പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നീ 3 ശരീരങ്ങളാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ അന്ധക്കരണ വൃത്തി. ഒന്നുകൂടി പറയാം. ആദ്യത്തെ അന്നമയ ശരീരമാണ് സ്ഥൂല ശരീരം. പിന്നീടുള്ള 3 കോശങ്ങളാണ് പ്രാണമയം, മനോമയം, വിജ്ഞാനമയമാണ് സൂക്ഷ്മ ശരീരം. അവസാനത്തെ ആനന്ദമയ കോശമാണ് കാരണശരീരം. സൂക്ഷ്മ ശരീരത്തിന് 17 തത്വപ്രതിബന്ധങ്ങളാണുള്ളത്. അതിനുശേഷമാണ് 18ാമത്തെ പടിയിലേക്ക് പ്രവേശിക്കേണ്ടത്. ആദ്യത്തെ 5 പടികൾ എന്നത് പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശമാണ്. 18ാം പടിയുടെ ആദ്യത്തെ 5 പടികൾ, ആദ്യത്തെ 5 പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതാത്മകങ്ങളുടെ പ്രതീകമാണ് 5 പടി ആദ്യത്തേത്. പിന്നീടുള്ള 5 പടികൾ 5 കർമ്മേന്ദ്രിയങ്ങളാണ്: വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം. മലദ്വാരം, മൂത്രദ്വാരം, കയ്യ്, കാല്, ഇതൊക്കെയാണ് കർമ്മേന്ദ്രിയങ്ങൾ. മനുഷ്യന് കർമ്മം ചെയ്യുവാനുള്ള ഇന്ദ്രിയങ്ങൾ. അതാണ് രണ്ടാമത്തെ 5 പടികൾ. പിന്നീടുള്ള 5 പടികളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാക്ക്, തൊലി, ചെവി മുതലായവ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പിന്നീടുള്ള 5 പടികൾ. ആദ്യത്തെ 5 പടികൾ പഞ്ചഭൂതങ്ങൾ, രണ്ടാമത്തെ 5 പടികൾ കർമ്മേന്ദ്രിയങ്ങൾ, മൂന്നാമത്തെ 5 പടികൾ ജ്ഞാനേന്ദ്രിയങ്ങൾ. 15 പടികളായി കഴിഞ്ഞു. ഈ 15 പടിയെയും തരണം ചെയ്യണം. അതിനുശേഷമാണ് മനസ്സ്, ബുദ്ധി. ഇതാണ് 16ഉം 17ഉം പടികൾ. അതിനുശേഷമാണ് ജീവാത്മാവ്. ആ ജീവാത്മാവാകുന്ന ഭക്തനാണ് ഞാൻ. വ്രതമനുഷ്ഠിച്ചുകൊണ്ട് മല കയറി ഭഗവാനെ കാണാൻ വരുന്ന ഭക്തനാണ് ജീവാത്മാവ്. ഈ ജീവാത്മാവിന്, ആ പരമാത്മാവിന് ദർശനം ചെയ്യണം. ഇതാണ് അയ്യപ്പ ദർശനം എന്ന് പറയുന്നത്. ശ്രീഭൂതനാഥ സർവസ്വം 10ാം അധ്യായത്തിൽ 20-21 ശ്ലോകത്തിൽ രാജാവിനോട് അയ്യപ്പൻ പറയുകയാണ്. അയ്യപ്പൻ തിരോധാനം ചെയ്യുവാൻ ഒരുങ്ങി. അയ്യപ്പൻ്റെ കർത്തവ്യം ചെയ്തു കഴിഞ്ഞു. അല്ലയോ രാജാവേ, എൻ്റെ കർത്തവ്യം ഞാനിവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നും അന്തർധാനം ചെയ്യുവാനുള്ള സമയമായി. ഞാനിവിടെ നിന്ന് പോകാൻ പോവുകയാണ്. ഇത് കേട്ട സമയത്ത് രാജാവ് വളരെ ദുഃഖിതനായി. അയ്യപ്പഗീതയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ദുഃഖിതനായ സമയത്ത് അങ്ങ് ദുഃഖിക്കേണ്ട. എൻ്റെ ചൈതന്യം പൂർണ്ണമായും ശബരിമലയിൽ ഉണ്ടായിരിക്കും. എന്നെ അങ്ങക്ക് അറിയണമെങ്കിൽ 18 പടികളുള്ള ഒരു ക്ഷേത്രം അങ്ങ് പണിയുക. കിഴക്ക് അഭിമുഖമായി പണിയുക. പഞ്ചലോഹത്തിൽ അതിൻ്റെ അകത്ത് വിഗ്രഹം നിർമ്മിക്കുക. ഇങ്ങനെയൊരു ക്ഷേത്രം പണിയണമെങ്കിൽ അത് എവിടെയാണ് പണിയണം എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ബാണം അയക്കുന്നു. ഈ ബാണം എവിടെയാണോ ചെന്ന് വീഴുന്നത് അവിടെ അങ്ങ് ക്ഷേത്രം പണിയുക. ഈ ബാണം എവിടെയാണോ ചെന്ന് വീഴുന്നത് എന്ന് അങ്ങക്ക് അറിയുവാൻ സാധ്യമല്ല. വളരെ ദൂരത്തിലായിരിക്കും അത് ചെന്ന് വീഴുന്നത്. ആ വീഴുന്ന സ്ഥലം എവിടെയാണ് എന്നറിയുവാൻ വേണ്ടി അങ്ങക്ക് ഇപ്പോൾ ഞാനൊരു ദിവ്യദൃഷ്ടി ദാനം ചെയ്യുന്നു. വിശ്വരൂപ ദർശനം കാണിക്കാൻ പോകുന്ന സമയത്ത് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, എൻ്റെ ഈ രൂപം കാണാൻ നിനക്ക് സാധ്യമല്ല അർജുന. അതിനുവേണ്ടി ദിവ്യം ചക്ഷു ദദാമ്യഹം. ദിവ്യമായിരിക്കുന്ന ചക്ഷുസ് ഞാൻ നിനക്കിപ്പോൾ തരാം. ഇത് തന്നെയാണ് അയ്യപ്പൻ പന്തള രാജാവിന് കൊടുക്കുന്നത്. അവിടെ സോപാനാനി കുരുഷ്വാധ ഗ്രന്ഥത്തിൽ എഴുതിയതാണ് ഞാൻ വായിക്കുന്നത്. മധുപൂർവേ അഷ്ടാദശൈവ ഭോഹോ സോപാനാനി കുരുഷ്വ. കുരുഷ്വ ചെയ്താലും നീ ചെയ്താലും സോപാനാനി പടികൾ. പഞ്ചേന്ദ്രിയാണി അഷ്ടരാകാൻ. അയ്യപ്പഗീതയിൽ പറഞ്ഞിരിക്കുന്നതും
ശ്രീഭൂതനാഥോപാഖ്യാനത്തിൽ ശ്രീഭൂതനാഥ സർവസ്വത്തിലും വ്യത്യാസമായിട്ട് കാണുന്നു. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തേത് പഞ്ചഭൂതങ്ങൾ, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ജീവാത്മാവ്. ഈ ശ്രീഭൂതനാഥ സർവസ്വത്തിൽ പറയുന്നു ആദ്യത്തേത് 5 കർമ്മേന്ദ്രിയങ്ങളാണ്. പഞ്ചേന്ദ്രിയാണി അഷ്ടരാഗാൻ. പിന്നത്തെ 8 പടികൾ 8 രാഗങ്ങളാണ്. പിന്നെ വിദ്യ, അവിദ്യ, പിന്നെ 3 ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ. യഹ ത്യാജ്യതേ നൃപശ്രേഷ്ഠ. ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ത്യജിക്കുകയാണെങ്കിൽ സഹ, ആ വ്യക്തി, ആ മാലയിട്ട അയ്യപ്പൻ, മാം പശ്യതി, എന്നെ കാണുന്നു. എങ്ങനെ? നിർഗുണമായിട്ട് കാണുന്നു. സഗുണരൂപത്തിൽ, മൂർത്തിരൂപത്തിൽ നിൽക്കുന്ന എന്നെ മൂർത്തിയില്ലാതെ, ശരീരമില്ലാതെ നിർഗുണരൂപത്തിൽ അവൻ കാണുന്നു. അതിന് ഈ 17 തത്വപ്രതിബന്ധങ്ങളെ ത്യജിക്കണം. അതിനു വേണ്ടിയാണ് ഈ ദർശനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. 18 പടികൾ ചവിട്ടിക്കയറുമ്പോൾ ഈശ്വര ദർശനത്തിന് പക്വത വരുന്നു, തയ്യാറാകുന്നു. 2 ആത്മാക്കളും ഒന്ന് തന്നെയാണ് എന്ന സത്യം ആ ഭക്തൻ അറിയണം. 41 ദിവസം വ്രതമെടുത്ത് മല ചവിട്ടി കയറി മുകളിലെത്തുന്ന സമയത്ത് ആ ശ്രീകോവിലിൻ്റെ അകത്തിരിക്കുന്ന വിഗ്രഹവും ഞാനും ഒന്ന് തന്നെയാണ് എന്ന ബോധം ഉണ്ടാകണം. അതിന് നിസ്സാരമായ കാര്യങ്ങളല്ല. അനവധി വ്രതങ്ങളാണ്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഈ പറയാൻ പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു പുതിയ തലമുറയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ഇത് സാധ്യമാകുന്നില്ല. ന്യൂ ജനറേഷന് ചിന്തിക്കാനും പോലും പറ്റാത്ത കാര്യങ്ങളാണ് ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. വിഗ്രഹം കാണുമ്പോൾ ഈ ഒരു ബോധം ഭക്തനുണ്ടാകണം. ആ വിഗ്രഹം എന്താണ് പറയുന്നത്? ഓരോ ക്ഷേത്രത്തിലെയും വിഗ്രഹം, ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, അതിലൊരു ശിവലിംഗമുണ്ട്. ഗുരുവായൂർ കൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, ചോട്ടാനിക്കര ദേവിയുടെ വിഗ്രഹമാണ്, കാടാമ്പുഴ ദേവിയാണ്, വൈക്കത്ത് ശിവൻ്റെ ലിംഗമാണ്. ഈ വിഗ്രഹങ്ങൾ നമ്മളോട് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ചൈതന്യമുണ്ട്, അതിനെ നിങ്ങൾ അറിയുക. മൗനമായിട്ടും അഗാധമായിട്ടും ആ വിഗ്രഹം നമ്മളോട് പറയുകയാണ്. ഓരോ വിഗ്രഹവും, അത് ശിവൻ്റെ വിഗ്രഹമാകട്ടെ കൃഷ്ണൻ്റെ വിഗ്രഹമാകട്ടെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ഈശ്വര ചൈതന്യമുണ്ട് എന്നത് അർജുനൻ്റെ മുമ്പിൽ കൃഷ്ണൻ പറഞ്ഞു. ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി. ഹൃദയത്തിനകത്താണ് അർജുന ഈശ്വരനിരിക്കുന്നത്. ഈ ഹൃദയത്തിനകത്തെ ഈശ്വരനെ നിനക്ക് അറിയണമെങ്കിൽ ക്ഷേത്രത്തിലെ ഈശ്വരൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയാണ് മഹർഷിമാർ ഈ രൂപകൽപ്പന ചെയ്ത് ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. നമ്മിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ അഥവാ ആത്മസ്വരൂപത്തെ നാം തന്നെ അന്വേഷിക്കണം. ഇതാണ് പറയുന്നത്. വിഗ്രഹം വഴി ആത്മദർശനത്തിന് പ്രചോദനം കിട്ടുന്നു എന്നതാണ് തത്വം. ആ 18 എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ അനവധി മഹത്വവും രഹസ്യവുമുള്ള ഭാവം ആണ്. 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 18 മലകൾ, 18 സിദ്ധന്മാർ, കുണ്ടലിനി ശക്തിയിലെ 18 അക്ഷരങ്ങളുണ്ട്, ഗീത 18 അധ്യായമാണ്, 18 സ്മൃതികൾ, ധർമ്മശാസ്ത്രം 18ആണ്, അടവുകൾ 18ആണ്, മഹാഭാരത പർവം 18, മഹാഭാരത യുദ്ധം നടന്ന ദിവസം 18, അതിൽ നടന്ന അക്ഷൗഹിണികൾ മൊത്തം 18, നടന്ന അക്ഷൗഹിണികൾ, രാജകവികൾ 18, ദ്വീപുകൾ 18, ഉപചാരങ്ങൾ 18, പ്രധാനപ്പെട്ട ധാന്യങ്ങൾ 18. ഇപ്പോൾ 18 എന്ന് പറയുന്നത് അനവധി കാര്യങ്ങളിൽ കെടുക്കുകയാണ്. ആ 18ആണ് ഈ 18 മലകൾ. ആ 18 മലകളുടെ പേരുകൾ മാത്രം ഞാനൊന്ന് പറയാം. ഗോപാറ അഥവാ കാളകെട്ടി. 18 മലകളുടെ സങ്കല്പമാണ് 18 പടികൾ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ 18 മലകളിലുള്ള ദേവതയെ ആവാഹിച്ച് പൂജിച്ച് ഉദ്ദേശിക്കുന്നതാണ് പടിപൂജ എന്ന് പറയുന്നത്, തന്ത്രി ചെയ്യുന്നത്. 18 മലകളും ഓരോ അധിഷ്ഠാന ദേവതമാരുണ്ട്. അവരെ വിളിച്ചു വരുത്തി അവർക്ക് ഉപചാരം ചെയ്ത് അവരെ തിരിച്ചയക്കുകയാണ് ആ 18 പടി പൂജ ചെയ്യുന്നത് വഴി അവിടെ സംഭവിക്കുന്നത്. ഗോപാറ അഥവാ കളകെട്ടി, ഇഞ്ചിപ്പാറ അഥവാ അഴുതമല, കരിമല, നീലിമല, പുതുശ്ശേരിമല, ശബരിമല. ശബരിമല എന്ന് പറയുന്ന മല ഈ 18 മലകളിൽ ഒരു മലയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പൊന്നമ്പലമേട്, ചിറ്റമ്പലമേട്, മയിലാടുംമേട്, തലപ്പാറ, നിലയ്ക്കൽ മല, തേവർമല, ശ്രീപാദം മല, ഖൽഗിമല, മതങ്കമല, സുന്ദരമല, നാഗമല, ഗൗണ്ടാർമല. ഇതാണ് 18 മലകൾ. ഇവിടെ ആധിപത്യമുള്ള ദേവതാസങ്കല്പങ്ങളുണ്ട്, ദേവതാ ചൈതന്യങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ ആ പൂജ സമയത്ത് ചെയ്യുന്നത്.
ഇവിടെ ഈ ഒരു ശബരിമല ദർശനത്തിന് ഒരു സാധകനെ അല്ലെങ്കിൽ ഒരു ഭക്തനെ പ്രാപ്തമാക്കണമെങ്കിൽ വ്രതാനുഷ്ഠാനമില്ലാതെ സാധ്യമല്ല. 41 ദിവസത്തെ വ്രതമില്ലാതെ അവിടേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. എന്തിനു വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്? ഇത് പ്രത്യേകം ആ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ആരൊക്കെയാണ് വരേണ്ടത് എന്ന് അയ്യപ്പഗീതയിൽ പറയുന്നുണ്ട്. സ്ത്രീകൾ പ്രവേശിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനവിടെ മറുപടി പറയുന്നുണ്ട്. അയ്യപ്പൻ പറയുകയാണ്, ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഃ പാംസുലാഹ ദോഷദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ ദർശനേ. ധർമ്മഭ്രഷ്ട് കൽപ്പിച്ച സ്ത്രീകൾ ഇവിടെ വരാൻ പാടുള്ളതല്ല. അയ്യപ്പഗീതയിൽ 1-ാം അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകമാണത്. യാ നാര്യഃ, യാതൊരു നാരിമാർ, ധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച സ്ത്രീകൾ, പാംസുലാഹ, ആർത്തവം തീരാത്ത സ്ത്രീകൾ, ആർത്തവത്തോടു കൂടിയവർ, മാസം തോറും ആർത്തവമാകുന്നവർ ഇവിടെ വരാൻ പാടില്ല. ദോഷദൂഷിതാഹ, ദോഷമുള്ള സ്ത്രീകൾ വരരുത്. ഇത്രയും പേര് ഇവിടെ വരാൻ പാടുള്ളതല്ല. ഇത് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പ്രവേശേ മമ സന്നിധവും, എൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് അധികാരമില്ല. ആ 15 വയസ്സ് താഴെ 50 വയസ്സിന് മുകളിൽ, എന്നാലാണ് ആർത്തവം ഇല്ലാത്തവർ. ഇനി ആരെല്ലാമാണ് വരേണ്ടത് എന്ന് പ്രത്യേകം മഹാശാസ്തു പൂജാകൽപ്പത്തിൽ പറയുന്നു. അവിടെയും ഏകദേശം 9 പേര് വരാൻ പാടില്ല എന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നു. മഹാശാസ്തു പൂജാകൽപ്പത്തിൽ അംഗഹീനൻ, വികലാംഗൻ എൻ്റെ അടുത്ത് വരേണ്ട, അംഗവൈകല്യത്തോടു കൂടിയുള്ളവർ വരേണ്ട, മദ്യപാനികൾ വരാൻ പാടില്ല, ബന്ധനസ്ഥൻ ജയിലിലേക്ക് പ്രവേശിച്ചു ജാമ്യത്തിലിറങ്ങി എന്നാൽ പിന്നെ ഒന്ന് അയ്യപ്പനെ കണ്ടിട്ട് വരാം, ഇങ്ങനെയുള്ളവരൊന്നും ഇവിടെ വരാൻ പാടുള്ളതല്ല. മഹാരോഗി, വലിയ വലിയ രോഗങ്ങളുണ്ട്, മഹാരോഗ രൂപത്തിലുള്ള രോഗമുള്ളവർ വരാൻ പാടില്ല. ചണ്ടാളൻ, നായ്ക്കളുടെ മാംസം ഭക്ഷിക്കുന്നവർ ഇവിടെ വരാൻ പാടില്ല. കള്ളന്മാർ വരാൻ പാടില്ല. സ്ത്രീകൾക്ക് വശമ്മതരായവർ വരാൻ പാടില്ല. നാസ്തികൻ, ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ വരരുത്. സ്ത്രീകൾ വരരുത്. ആ ഗ്രന്ഥത്തിലും എഴുതി വച്ചിരിക്കുകയാണ് സ്ത്രീകൾ ഇവിടെ വരണ്ട. അയ്യപ്പഗീതയിൽ എഴുതി വച്ചിരിക്കുന്നു സ്ത്രീകൾ ഇവിടെ വരണ്ട. ഗ്രന്ഥത്തിൽ അത് എഴുതി വച്ചിരിക്കുകയാണ്. ആ സ്ത്രീകളുടെ ശരീരസ്ഥിതി അനുസരിച്ച് ദർശനം ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഇവിടെ ഇരിക്കുന്നത്. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന പുരുഷൻ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇതാണ് നിയമം. ദേവതയുടെ ഭാവമനുസരിച്ചിട്ടാണ് ദേവതയെ ഉപാസിക്കേണ്ടത്. ഇനി ആരെല്ലാമാണ് വരേണ്ടത് എന്ന് പൂജാകൽപ്പത്തിൽ പറയുന്നു. പുരുഷാണാം ഗൃഹസ്ഥാനാം ബ്രഹ്മചര്യഞ്ച മണ്ഡലം വിധീയതേ പ്രവേശാർത്ഥം ഉത്സവേ മമ ദർശനേ. ഇവിടെ പുരുഷാണാം ഗൃഹസ്ഥാനാം, പുരുഷാണാം, ഏത് പുരുഷനും ഇവിടെ വരാം. വയസ്സ് നോക്കാനില്ല. 95 വയസ്സായുള്ള അപ്പന് വരാം, 5 വയസ്സ്, 15 വയസ്സ്, 25 വയസ്സ്, ഗൃഹസ്ഥനല്ലാത്ത പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് വരാം. ബ്രഹ്മചര്യഞ്ച മണ്ഡലം, അങ്ങനെ വരുന്നവർ 41 ദിവസം മണ്ഡലവ്രതം എടുത്തതിന് ശേഷം മാത്രമേ എൻ്റെ മുമ്പിൽ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ അനുഗ്രഹം അവർക്ക് കിട്ടുകയുള്ളൂ. ആ ഈശ്വര ദർശനമെന്ന് പറയുന്ന ലക്ഷ്യം സാധിക്കുവാൻ പറ്റുകയുള്ളൂ. ഇത് പ്രത്യേകം അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുണ്യസംക്രമ മകരസംക്രമദിനെ ദിനമണവു ധ്രുവം, ദിനമണി സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം മകരം 1-ാം തീയതിയാണ് എൻ്റെ ഉത്സവം. അന്നാണ് നിങ്ങൾ വരേണ്ടത് എന്നാണ് അയ്യപ്പൻ അവിടെ പറയുന്നത്. അത് അയ്യപ്പഗീതയിൽ പറയുന്നു. സദാഹി ദർശനം പുണ്യം മാഘമാസേ വിശേഷതഃ മയി ഭക്തിഞ്ചലഭതേ തഥ ശോകം പരിത്യജ. ഇത് അയ്യപ്പൻ രാജാവിനോട് പറയുകയാണ്. ശോകം പരിത്യജ, അല്ലയോ അച്ഛ, എൻ്റെ വളർത്തച്ഛനാണ്, എൻ്റെ അച്ഛ, ശോകത്തെ കളഞ്ഞാലും ശോകം പരിത്യജിക്കാൻ പറയുകയാണ്. ഞാനീ പറഞ്ഞ പോലെ അവിടെ അങ്ങ് വരികയാണെങ്കിൽ അങ്ങക്ക് എന്നെ കാണാം. ഏത് പുരുഷന്മാർ വന്നു കഴിഞ്ഞാലും എന്നെ കാണാം. 40 ദിവസം മണ്ഡലവ്രതമെടുത്ത് മകരസംക്രമ ദിവസം എന്നെ വന്ന് കാണുക.
അങ്ങക്ക് എന്നെ കാണാൻ പറ്റും, ഞാനവിടെ ഇരിക്കുന്നത് വ്യക്തമായി അങ്ങക്ക് കാണാൻ പറ്റും എന്ന് അയ്യപ്പൻ പറയുന്നത് 41 ദിവസം വ്രതമെടുക്കുന്ന ഓരോ ഭക്തനോടുമാണ് എന്ന് മനസ്സിലാക്കണം. രാജധാനിയിൽ നിന്നും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ അന്തർധാനം ചെയ്തു. പിന്നെ ഈ അയ്യപ്പനെ കാണുന്നില്ല. എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ്. ക്ഷേത്രം പണിയുവാൻ വേണ്ടി മുഞ്ചാമി ബാണമേകം തു, ബാണം അമ്പ് മുഞ്ചാമി മോചിപ്പിക്കുന്നു, വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു അസ്ത്രം അയക്കുകയും ആ അസ്ത്രം ചെന്ന് വീണ സ്ഥലത്ത് കിഴക്ക് അഭിമുഖമായി പഞ്ചേന്ദ്രിയ പഞ്ചലോഹമായിരിക്കുന്ന വിഗ്രഹം പണിതുകൊണ്ട് എന്നെ പ്രതിഷ്ഠിക്കുക, ഇതാണ് പറഞ്ഞത്. ഇതിന് വ്രതാനുഷ്ഠാനം വളരെ ആവശ്യമാണ്. സ്നാനം, സൂര്യോദയത്തിന് മുമ്പുള്ള സ്നാനം, സന്ധ്യാവദനം മുതലായവ ചെയ്യുന്നതുകൊണ്ട് ശരീരശുദ്ധി കിട്ടുന്നു. ജപം, ഈശ്വരസ്മരണം, ക്ഷേത്രദർശനം മുതലായവ ചെയ്യുന്നതുകൊണ്ട് മനഃശുദ്ധി കിട്ടുന്നു. പൂർവ്വജന്മത്തിലെയും ഈ ജന്മത്തിലെയും പാപക്കറകൾ കഴുകി കളയുവാൻ വേണ്ടി മഹർഷിമാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ് തപസ്. അവർ അനുഷ്ഠിച്ച തപസ്സിൻ്റെ മറ്റൊരു ലഘുരൂപമാണ് വ്രതം. തിങ്കളാഴ്ച വ്രതം, ശിവരാത്രി വ്രതം, നവരാത്രി വ്രതം, അങ്ങനെ പല വ്രതങ്ങളുണ്ട്. മണ്ഡലം എന്ന് പറയുന്നത് പല അർത്ഥകൽപ്പന, 21 തരത്തിലെ അർത്ഥമാണ് മണ്ഡലത്തിനുള്ളത്. മണ്ഡലം എന്ന് പറഞ്ഞാൽ ചുറ്റ്, സൈന്യം, രാജ്യം. മണ്ഡലാധിപൻ, 40 യോജന വിസ്തീർണമുള്ള ഒരു രാജ്യത്തിൻ്റെ അധിപനാണ് മണ്ഡലേശ്വരൻ. നിയോജക മണ്ഡലം, ഋഗ്വേദം 10 മണ്ഡലമാണ്. വ്യത്യസ്തമായ അർത്ഥകൽപ്പന മണ്ഡലത്തിനുണ്ടെങ്കിലും ഇവിടുത്തെ അർത്ഥം 41 ദിവസം എന്നർത്ഥം. അതെങ്ങനെയാണത്? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒരു രാശിചക്രം മുഴുവനും തിരിയുവാൻ വേണ്ട ദിവസങ്ങളുടെ വ്യത്യാസമാണ് 41 ദിവസം. അത് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ ആ വ്രതമനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്? ബ്രാഹ്മേ മുഹൂർത്തെ ഉത്തിഷ്ഠേത്. ആയുർവേദം പറയുന്നു, ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുക. സ്വസ്ഥ രക്ഷാർത്ഥം ആയുഷ, ആയുസ്സിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരണമെന്ന് ആയുർവേദം പറയുന്നു. ബ്രാഹ്മമുഹൂർത്തം 2 അർത്ഥകൽപ്പനയാണ് ബ്രാഹ്മമുഹൂർത്തത്തിനുള്ളത്. മനുസ്മൃതി പറയുന്നു, ബ്രാഹ്മേ മുഹൂർത്തെ ബുദ്ധിയത ധർമാർത്ഥൗച അനുചിന്തയത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾ ബോധിക്കുക, നിങ്ങൾ പഠിക്കുക. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഭാഗവതം, ഭഗവത്ഗീത മുതലായവ പഠിക്കണമെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന, പാരായണം ചെയ്യാൻ പറ്റുന്ന, നാമസങ്കീർത്തനത്തിന് പറ്റുന്ന സമയം ബ്രാഹ്മമുഹൂർത്തമാണ് എന്ന് മനുസ്മൃതി പറയുന്നു. ആയുർവേദം പറയുന്നു ഉണരുക, മനുസ്മൃതി പറയുന്നു പഠിക്കുക. അപ്പോൾ അതിന് വളരെ പ്രാധാന്യം ബ്രാഹ്മമുഹൂർത്തത്തിനുണ്ട്. സൂര്യോദയത്തിന് മുമ്പ് 48 മിനിറ്റ് മുമ്പാണ് ബ്രാഹ്മമുഹൂർത്തം എന്നത് ഒരു അർത്ഥകൽപ്പന. സൂര്യൻ 6 മണിക്കാണെങ്കിൽ അതിന് തൊട്ടു പുറകിലുള്ള 48 മിനിറ്റ് മുമ്പ് തുടങ്ങുന്ന ആ സമയമാണ് ബ്രാഹ്മമുഹൂർത്തം എന്ന് ഒരു തരത്തിൽ അർത്ഥം പറയുന്നു. ഉദയത്തിന് 48 മിനിറ്റ് മുമ്പ്. ഇനി ബ്രാഹ്മമുഹൂർത്തത്തിന് വേറൊരർത്ഥമുണ്ട്. ഉദയത്തിന് 6 മണിക്ക് ഉദയമാണെങ്കിൽ 3 മണിക്കൂർ മുമ്പ് തുടങ്ങുന്ന 48 മിനിറ്റ്. 6 മണിക്ക് ഉദയമാണെങ്കിൽ 3 മണിക്കൂർ മുമ്പ് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ 3 AM മുതൽ 3:48 AM ആണ് ബ്രാഹ്മമുഹൂർത്തം എന്നത് വേറൊരർത്ഥം. ഇത് രണ്ടും മഹർഷിമാർ തന്നെ പറഞ്ഞിരിക്കുന്ന ബ്രാഹ്മമുഹൂർത്തം എന്ന പദത്തിൻ്റെ അർത്ഥകൽപ്പനയാണ്. ദേവന്മാരുടെ ഒരു ദിവസമാണ് മനുഷ്യരുടെ ഒരു വർഷം. ഇപ്പം മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തം ഞാൻ പറഞ്ഞു. ഒന്ന് സൂര്യോദയത്തിന് മുമ്പ് 48 മിനിറ്റ് മുമ്പ്, മറ്റത് 6 മണിക്ക് ഉദയമാണെങ്കിലാണ് ഞാനീ പറയുന്നത്. 3 മണി, വെളുപ്പിന് 3 മണി മുതൽ 3:48 മിനിറ്റ്. ഈ 3 മണി മുതൽ 3:48 വരെയാണ് ഇവിടെ അർത്ഥം കൽപ്പിക്കേണ്ടത്. മനുഷ്യരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഉദയാന്തം ഹി സർവത്ര ദിനകൽപ്പന ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നു. 6 മണിക്ക് ഉദയമാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ 6 മണി വരെയാണ് ഒരു ദിവസം. അത് 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ, അങ്ങനെ ഒരു ദിവസം 24 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം എപ്പോഴാണ്? അതാണ് ചിന്തിക്കുന്നത്. മനുഷ്യരുടെ ഒരു ദിവസം 24 മണിക്കൂർ, മനുഷ്യരുടെ ഒരു വർഷം 365 ദിവസം, ദേവന്മാരുടെ ഒരു ദിവസം 365 ദിവസം. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്
ഒരു വർഷമാണ്, മനുഷ്യരുടെ ഒരു വർഷമാണ്. പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 30 ദിവസമാണ്. മനുഷ്യരുടെ 30 ദിവസം, പിതൃക്കൾക്കൊരു ദിവസം. എല്ലാ അമാവാസിയിലും തർപ്പണം ചെയ്യുമ്പോൾ ഇന്ന് ഒരിക്കൽ, നാളെ കർത്തവാവ്, നാളെ തർപ്പണം ചെയ്യുന്നു, അടുത്ത കർത്തവാവിന് തർപ്പണം ചെയ്യുന്നു, അടുത്ത കർത്തവാവിന് തർപ്പണം ചെയ്യുന്നു. ഇങ്ങനെ തർപ്പണം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ദിവസവും പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. മനുഷ്യരുടെ 30 ദിവസമാണ്, പിതൃക്കളുടെ ഒരു ദിവസം. ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 365 ദിവസം. 6 മാസം ദേവന്മാർക്ക് പകലും 6 മാസം ദേവന്മാർക്ക് രാത്രിയും. അതാണ് ദേവന്മാരുടെ ഒരു ദിവസം. മനുഷ്യരുടെ 24 മണിക്കൂർ എന്ന് പറയുന്നത് 12 പോലെ. മകരാതി രാശി ഷട്കെ അർക്കെ പ്രോക്തം ജൈവോത്തരായണം. മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, ഈ 6 മാസങ്ങളാണ് ദേവന്മാർക്ക് പകല്. തത് ദേവദിവസാഹ തത്ര ദേവകാര്യാഹ പ്രശസ്യതേ. നവീകരണ കലശം, അഷ്ടബന്ധകലശം, ദേവപ്രതിഷ്ഠ മുതലായവ ചെയ്യുന്നത് ഉത്തരായണത്തിലാണ്. അതാണ് മകരം മുതൽ 6 മാസം. ഈ ഉത്തരായണം വരാൻ വേണ്ടിയാണ് ഭീഷ്മ പിതാമഹൻ വെയിറ്റ് ചെയ്ത് കിടന്നത്. എൻ്റെ ജീവൻ ഇവിടെ നിന്ന് പോകുന്നത് ഉത്തരായണത്തിലായിരിക്കണം, എളുപ്പമായി മോക്ഷം. അതിനുവേണ്ടി കാത്തുകെട്ടിക്കെടുക്കുകയാണ് ശരശയ്യയിൽ. ആ ഉത്തരായണത്തിനാണ് ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളത്, ജ്യോതിശാസ്ത്രത്തിലും പ്രാധാന്യം. അപ്പോൾ ദേവന്മാരുടെ 6 മാസം എന്ന് പറയുന്നത് മകരം മുതൽ 6 മാസമാണെങ്കിൽ ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം എപ്പോഴാണ് വരുന്നത്? അതാണ് ത്രൈരാശിക പദ്ധതി. ജ്യോതിശാസ്ത്രത്തിൽ ത്രൈരാശിക പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരം പറയുമ്പോൾ മനുഷ്യരുടെ വെളുപ്പിനുള്ള 3:48 എന്നത് ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തം പറയുമ്പോൾ മനുഷ്യരുടെ വൃശ്ചികം 1 മുതൽ ധനു 11 വരെയാണ്. അതാണ് ജ്യോതിശാസ്ത്രപ്രകാരം ഈ മണ്ഡലവ്രതത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. പകലിൻ്റെ വൈശിഷ്ട്യം കെടുക്കുന്നത് ഉച്ചയ്ക്കല്ല. ഇതാദ്യം മനസ്സിലാക്കുക. ഒരു പകലിൻ്റെ വൈശിഷ്ട്യം ഉച്ചയ്ക്ക് 12 മണിക്കല്ല, സൂര്യൻ ഏറ്റവും ബലമുള്ള സമയത്തല്ല പകലിൻ്റെ വൈശിഷ്ട്യം. അത് വെളുപ്പിന് 3 മണി മുതലാണ് പകലിൻ്റെ വൈശിഷ്ട്യം. അത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ മനുഷ്യരുടെ ബ്രാഹ്മമുഹൂർത്തത്തിന് തുല്യമായ ദേവന്മാരുടെ ബ്രാഹ്മമുഹൂർത്തമാണ് വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള മണ്ഡലകാലം. ഈ 41 ദിവസം ദേവന്മാർ പോലും തപസ് ചെയ്ത് ശക്തി സമ്പാദിക്കുന്ന 41 ദിവസങ്ങളാണ്. ദേവന്മാർ ശക്തി സമ്പാദിക്കുന്ന, ദേവന്മാർ തപസ് ചെയ്യുന്ന 41 ദിവസം വൃശ്ചികം 1 മുതൽ ധനു 11 വരെയാണെങ്കിൽ, ആ സമയത്ത് നമ്മളും തപസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നു. അതെങ്ങനെയാണ്? കുംഭമേളയിൽ എല്ലാവരും മുങ്ങിക്കുളിക്കുന്നു. അനവധി സിദ്ധി പ്രാപിച്ചിരിക്കുന്ന സന്യാസിമാർ മുങ്ങുന്ന സമയമാണ് കുംഭമേള. ഒരു സിദ്ധിയും എനിക്കില്ല, ഞാനും പോയി കുംഭമേളയിൽ മുങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത്? ആ ജലത്തിൽ കൂടി എനർജി പാസ് ചെയ്യുന്നു, ഊർജം പ്രസരിക്കുന്നു. സന്യാസിമാർ സമ്പാദിച്ചു വച്ചിരിക്കുന്ന, വർഷക്കാലമായി തപസ് ചെയ്തു വച്ചിരിക്കുന്ന, സമ്പാദിച്ചിരിക്കുന്ന ഊർജം ഒന്നുമില്ലാത്ത ശൂന്യനായിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ ആ വെള്ളത്തിൽ കൂടി പ്രവേശിക്കുന്നു. സന്യാസിമാരും ഞാനും ഒരുമിച്ച് മുങ്ങിയാൽ ഇത് പറ്റുള്ളൂ. സന്യാസിമാർ മുങ്ങിക്കുളിഞ്ഞു പോയി, എന്നാൽ പിന്നെ ഞാൻ മുങ്ങിയാലും സംഭവിക്കില്ല. ഞാൻ മുങ്ങുന്ന സമയത്ത് സന്യാസിമാർ വെള്ളത്തിലുണ്ടായിരിക്കണം. അങ്ങനെയാണ് 41 ദിവസം ദേവന്മാർ വ്രതമെടുക്കുന്ന സമയത്ത് നമ്മൾ വ്രതമെടുക്കുകയാണെങ്കിൽ അവരുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നു. ശ്രീഭൂതനാഥോപാഖ്യാനം 10-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ബ്രഹ്മചാരി വ്രതങ്ങളില്ലാതെ മാം, അയ്യപ്പൻ പറയുകയാണ്, മാം എന്നെ വന്നു കാണുന്നവർക്കൊന്നുമില്ല ഗുണം. 41 ദിവസം വ്രതം ഇല്ലാതെ വന്നവർക്കൊരു ഗുണവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആപണേ നിർധനൻ ചെന്നുക പോലെ ആകുമെന്നുള്ളതും നല്ല പോലെ ഓർക്കണം. അയ്യപ്പൻ പറയുന്നതായിട്ടാണ്. എന്നെ കാണാൻ വരുന്നവർ 41 ദിവസം വ്രതമെടുക്കാതെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പൈസയും ധനവും എടുക്കാതെ മാർക്കറ്റിൽ പോയി വരുന്നത് പോലെയായിരിക്കും. ആപണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, ചന്ത. പച്ചക്കറി മേടിക്കാൻ വേണ്ടി ചന്തയിൽ പോയി വരാൻ ഞാൻ ഇറങ്ങി, പക്ഷേ അവിടെ ചെന്ന സമയത്ത് പൈസ എടുക്കാൻ മറന്നുപോയി. പിന്നെയും ഒരു പ്രയോജനമില്ലാതെ ഞാൻ തിരിച്ചു വരണം. ആ ഉപമയിൽ കൂടിയാണ് ഈ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പക്ഷത്രയം വൃതിയായിട്ടിരിക്കണം. കിളിപ്പാട്ടിൽ എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിലാണ് പറയുന്നത്. പക്ഷത്രയം, ഒരു പക്ഷം 15 ദിവസം, 15 3 45 ദിവസം വൃതിയായിട്ടിരിക്കണം. അഷ്ടവിധമായ മൈഥുനത്യാഗവും പുഷ്ടഭക്തിയ ചെയ്തു കൊള്ളണം. മത് പ്രിയൻ, എൻ്റെ പ്രിയൻ, മാലയിട്ട സ്വാമി എൻ്റെ പ്രിയനാണ്. അവൻ എന്താണ് ചെയ്യേണ്ടത്? 8 വിധമായിരിക്കുന്ന മൈഥുനത്തെ ത്യജിക്കണം. ഈ 8 വിധം മൈഥുനം എന്തൊക്കെയാണ്? അത് പറയാൻ പോവുകയാണ്. വീര്യധാരണം ബ്രഹ്മചര്യം, ശുക്ലധാതുവിനെ ച്യുതി വരാതെ സംരക്ഷിക്കുക,
അത് പുറത്തു പോകാതെ നോക്കുക. അപ്പോൾ വീര്യമുണ്ടാകുന്നു. വീര്യമേവ ബലം, ബലമേവ വീര്യം എന്ന് ഛാന്തോഗ്യോപനിഷത്തിൽ പറയുന്നുണ്ട്. 8 വിധം മൈഥുനം എന്താണ് എന്ന് കഠ രുദ്രോപനിഷത്തിൽ വ്യക്തമായി ഉപനിഷത്ത് ഋഷി പറഞ്ഞു തരികയാണ്. ഒന്ന്, സ്ത്രീകളെ കാണുക. സ്ത്രീകളെ കാണാൻ പാടില്ല. വീണ്ടും ഞാൻ ആവർത്തിച്ച് ആദ്യം ഒരു കാര്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്. ഇത് പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതൊന്നും കൂടി പറയുകയാണ്. സ്ത്രീകളെ കാണാൻ പാടില്ല, മാലയിട്ട് കഴിഞ്ഞാൽ സ്പർശിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഗോപ്യമായ കാര്യങ്ങളിൽ ചിന്തിക്കാൻ പാടില്ല, ക്രീഡകളിൽ ഏർപ്പെടാൻ പാടില്ല, പകിടകളി, ചീട്ടുകളി, ഇതൊന്നും മാലയിട്ട ചെയ്യാൻ പാടില്ല. ക്രീഡകളിൽ ഏർപ്പെടുക, കാമോദ്ദീപക സങ്കല്പങ്ങളിൽ പെടുക, സ്ത്രീ സമാഗമത്തിന് പരിശ്രമിക്കുക, സമാഗമത്തിൽ ഏർപ്പെടുക, സ്ത്രീയുമായിട്ടുള്ള അവിഹിതമായ രഹസ്യമായിരിക്കുന്ന ബന്ധങ്ങളിൽ ഞാൻ ഏർപ്പെടുക. ഇതാണ് 8 വിധത്തിലുള്ള ഈ മൈഥുനങ്ങൾ ത്യജിച്ചതിന് ശേഷം എന്നെ വന്ന് കാണുക. ഇതാണ് അയ്യപ്പൻ പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും കാരണവശാൽ സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? ഞാൻ മാലയിട്ട സ്വാമിയാണ്, വളരെ വ്രതം നോക്കുന്ന ഒരു വ്യക്തിയാണ്, ബസ്സിൽ കയറി എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു, ബസ്സിൽ നല്ല തിരക്കാണ്, എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീയാണ് നിന്നത്. ബ്രേക്ക് ഇട്ട സമയത്ത് ആ സ്ത്രീ എൻ്റെ മുമ്പിലേക്ക് ഒന്ന് വീണ സമയത്ത് ഞാൻ എൻ്റെ മുഖത്തേക്ക് വീഴലെന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു. ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ ഭാഗത്താണ് ഞാൻ തൊട്ടത്. ഞാൻ സ്ത്രീയെ സ്പർശിച്ചു. ഞാൻ മാലയിട്ട അയ്യപ്പനാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇവ ത്യജിച്ചു കഴിഞ്ഞാൽ 9 ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ, സ്ത്രീകളെ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? പഞ്ചഗവ്യാദി ശുദ്ധി വരുത്തി കുളിച്ച് 101 പ്രാവശ്യം ശരണം വിളിക്കണം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ എന്ന് 101 പ്രാവശ്യം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സ്ത്രീയുടെ കഴുത്തിൽ തൊട്ട ദോഷം മാറ്റാൻ പറ്റുള്ളൂ. അതിന് പ്രായശ്ചിത്തമായിട്ട് ശരണം വിളിക്കണം, 101 പ്രാവശ്യം വിളിക്കണം എന്നതാണ് നിയമം. ഇങ്ങനെ 8 വിധമായിരിക്കുന്ന മൈഥുനം ത്യജിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടാൻ പോകുന്നത്? ഏകദേശം ഒരു 9 കാര്യങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഉപനിഷത്തിൽ പറയുന്നു, ആയുസ്, തേജസ്, ബലം, വീര്യം, ബുദ്ധിശക്തി, ഐശ്വര്യം, യശസ്, കീർത്തി, പുണ്യം, സത്പ്രിയത്വം, വർദ്ധതേ ബ്രഹ്മചര്യ. ബ്രഹ്മചര്യശുദ്ധി കൊണ്ട് കിട്ടുന്ന 9 കാര്യങ്ങളാണ് പറയുന്നത്. അയ്യപ്പന്മാരുടെ അനുഷ്ഠാനം, ആചാരം. ആചാരം എന്താണ്? അനുഷ്ഠാനം എന്താണ്? ആചാരം എന്ന് പറയുന്നത് കുലത്തിൽ ചെയ്യുന്നത്, ദേശത്ത് ചെയ്യുന്നത്, ആ കർമ്മങ്ങളെയാണ് ആചാരം എന്ന് പറയുന്നത്. അനുഷ്ഠാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ്. ശാസ്ത്രവിഹിതമാണ് അനുഷ്ഠാനം. ചെയ്തു പോരുന്നത് പാരമ്പര്യമായിട്ടോ കുലാചാരമായിട്ടോ ദേശാചാരമായിട്ടോ ചെയ്തു പോരുന്നതിനെ ആചാരം എന്ന് പറയുന്നു. ഇത് രണ്ടും അയ്യപ്പൻ, മാലയിട്ട അയ്യപ്പനെ കർശനമായി പാലിക്കേണ്ടതാണെന്നാണ് പറയുന്നത്. ഒന്ന്, മാലയിട്ടാൽ 36 കാര്യങ്ങളാണ് ഒരു സ്വാമി ആചരിക്കേണ്ടത്. മാലയിട്ട അയ്യപ്പൻ പ്രധാനപ്പെട്ടവ മാത്രമാണ് ഞാൻ പറയുന്നത്. മാലയിട്ടാൽ മാല ഊരുന്നത് വരെ ക്ഷൗരം പാടില്ല, നഖം വെട്ടരുത്, മുടിമുറിക്കരുത്, മീശ മുറിച്ച് വെട്ടി കളയരുത്, താടി വെട്ടാൻ പാടില്ല. ഒരു കാരണവശാലും ലോഹം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ രോമങ്ങളിൽ തൊടാൻ പാടില്ല, ഷേവ് ചെയ്യാൻ പാടില്ല. എണ്ണ തേച്ച് കുളിക്കരുത്, വെറ്റില മുറുക്ക്, പുകവലിവ പാടില്ല. മദ്യം, മാംസം, 8 തരത്തിലുള്ള മൈഥുനം നേരത്തെ പറഞ്ഞു, അത് ഒഴിവാക്കണം. കോപം പാടില്ല, ഹിംസ പാടില്ല, അസത്യം പറയരുത്, കളവ് പറയരുത്, മരിച്ച കർമ്മങ്ങളിൽ പങ്കെടുക്കരുത്. ഏറ്റവും പ്രധാനമാണ്. തൊട്ടടുത്ത് എൻ്റെ അയൽവക്കക്കാരനാണ് മരിച്ചത്, ഞങ്ങൾ തമ്മിൽ ആത്മസുഹൃത്തുക്കളാണ്, എൻ്റെ ഒരു രക്തബന്ധുവാണ് അദ്ദേഹം, അല്ലെങ്കിൽ സ്നേഹബന്ധുവാണ് അദ്ദേഹം, ആ വീട്ടിൽ മാലയിട്ട ഞാൻ പോകാൻ പാടില്ല എന്നതാണ് നിയമം. നിയമം മുഴുവൻ പാലിക്കാൻ പറ്റില്ല, പക്ഷെ നിയമമുണ്ട്, എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 15 ദിവസമായിട്ട് മാലയിട്ട് വ്രതം നോറ്റുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഇത് മരിച്ച വീട്ടിൽ പോകുന്ന സമയത്ത് അത് എർത്ത് ചെയ്തു പോകും. അത് നെഗറ്റീവ് എനർജി എൻ്റെ ശരീരത്തിലേക്ക് പ്രസരിക്കും. അതുകൊണ്ട് ബ്രഹ്മചര്യശുദ്ധി ഞാൻ പാലിക്കുകയാണെങ്കിൽ പോകേണ്ട കാര്യമില്ല. ആ മരിച്ച ആത്മാവിന് വേണ്ടി എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. പോകാൻ പാടില്ല എന്നതാണ് നിയമം. ആരെയും പരിഹസിക്കരുത്, അവിഹിതമായി ധനം സമ്പാദിക്കരുത്. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ശമ്പളം കൂടാതെ എനിക്ക് ചില കിമ്പളങ്ങൾ ഞാൻ മേടിക്കാറുണ്ട്, എങ്കിൽ ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ കിമ്പളം പാടില്ല, കമ്മീഷൻ പാടില്ല. ഞാൻ മുഖേന നിങ്ങൾക്കൊരു കാര്യം സാധിച്ചു, എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ വേണം, ഇത് ഞാൻ പറയാൻ പാടില്ല. ജാതകർമ്മം, പേരുവിളി മുതലായവയിൽ പങ്കെടുക്കരുത്. തൊട്ടടുത്ത വീട്ടിലൊരു 28 കെട്ട് വന്നിരിക്കുകയാണ്, ആദ്യത്തെ കുട്ടിയുണ്ടായി, എല്ലാവരെയും വിളിച്ചു. എൻ്റെ വീട്ടിൽ വന്ന് അവരുടെ അച്ഛനും അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനും എല്ലാവരും കൂടി വന്നാണ് ക്ഷണിച്ചത്.
28 അടുത്ത ആഴ്ചയാണ്. നിങ്ങളെല്ലാവരും വരണം, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിൽ പോകാൻ പാടുള്ളതല്ല. എന്തുകൊണ്ട്? അവിടെ പാകം ചെയ്യുന്നവർ ആർത്തവം ഉള്ള സ്ത്രീകളുടെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടാവാം. അത് അയ്യപ്പൻ കഴിക്കരുത്. മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനായി മാറി. അയ്യപ്പന് നിവേദ്യമാണ് ഭക്ഷണം. തിടപ്പള്ളിയിൽ നിവേദിച്ച നിവേദ്യമാണ് ദേവതയ്ക്ക് ഭക്ഷണം. ആ ഭക്ഷണം തന്നെയാണ് അയ്യപ്പൻ്റെ പ്രതിരൂപമായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന മാലയിട്ട സ്വാമി. മാലയിട്ട സമയം ഞാൻ സ്വാമിയായി മാറിക്കഴിഞ്ഞു. പിന്നെ അയ്യപ്പനാണ് ഞാൻ. എനിക്ക് ആർത്തവം അശുദ്ധിയുള്ള സ്ത്രീകൾ വേവിച്ച ഭക്ഷണം ഞാൻ കഴിക്കാൻ പാടില്ല. ഇതാണ് നിയമം. ഭോഗപദാർത്ഥങ്ങളിൽ ആസക്തി പാടില്ല. അല്പാഹാരം കഴിക്കുക. അയ്യപ്പൻ തൻ്റെ ആത്മാവാണ് എന്ന് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക. യഥാശക്തി ദാനധർമ്മം ചെയ്യുക. പരദൂഷണം ചെയ്യാൻ പാടില്ല. 2 സന്ധികളിലും കുളിച്ച് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം. നാമജപം, പാട്ടുംവിളക്ക്, ദേശവിളക്ക് മുതലായവയിൽ പങ്കെടുക്കാം. 1 കിലോമീറ്റർ ദൂരെ ഒരു ദേശവിളക്ക് നടക്കുന്നുണ്ട്. ഞാൻ മാലയിട്ട് കഴിഞ്ഞാൽ അവരെന്നെ ക്ഷണിക്കേണ്ട, നേരെ എനിക്ക് പോകാൻ നിയമമുണ്ട്. ക്ഷണിക്കേണ്ട കാര്യമില്ല. ഞാനൊരു മാലയിട്ട അയ്യപ്പനാണെങ്കിൽ അവരെന്നെ ബഹുമാനിച്ച് അവിടെ ഇരുത്തണം. തൊട്ടടുത്ത് ഒരു കെട്ടുനിറ, എനിക്കവിടെ പോകാം. ചോദിക്കേണ്ട, അവർ ക്ഷണിക്കേണ്ട, നേരിട്ട് പോകാം. നാടകം, സിനിമ മുതലായവ കാണരുത്. ആർത്തവം സംഭവിച്ച സ്ത്രീയെ തൊടുകയോ തീണ്ടുകയോ കാണുകയോ ചെയ്യരുത്. പണ്ടുകാലത്ത് മാലയിട്ട കറുത്ത വസ്ത്രം ധരിച്ചവർ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് മനസ്സിലാവും, ഇത് ആ കറുത്ത വസ്ത്രം ധരിച്ചതുകൊണ്ട് അത് മാലയിട്ട അയ്യപ്പനാണ്. ഞാൻ ഋതുവായിരിക്കുന്ന സ്ത്രീയാണ്, ഞാൻ അവരെ കാണാൻ പാടില്ല, ഞാൻ തിരിഞ്ഞു നടക്കും. പണ്ടുകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഇങ്ങനെ കണ്ടുപോയാൽ ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകളുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. ഇത് സ്ത്രീകളുടെ കുറ്റമോ കുറവോ ദൂഷ്യമോ അല്ല. ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ കുട്ടികളുണ്ടാവില്ല. സന്താനം ജനിക്കണമെങ്കിൽ ആർത്തവം സംഭവിക്കണം. ഇത് പ്രകൃതി നിയമമാണ്. പക്ഷേ അതിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കും. വാഴക്കൊല കുലയ്ക്കുന്ന സമയമാവുന്ന സമയത്ത് അതിൻ്റെ അടുത്തേ കൂടി ആർത്തവാശുദ്ധിയുള്ള സ്ത്രീകൾ പോയി കഴിഞ്ഞാൽ ആ വാഴക്കുല മുകളിലേക്ക് പൊങ്ങി വരില്ല എന്നാണ് പറയുന്നത്. കദളിപ്പഴത്തിന് മാത്രം ഈ ഒരു നിയമമുണ്ട്. കദളി വാഴ കൃഷിക്കാർക്ക് നിയമമറിയാം. നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് ഭാര്യമാരോട് അവർ പറയും. അരൂത, സോമലത മുതലായ ചെടികൾ ആർത്തവം സംഭവിച്ച സ്ത്രീകൾ പോകുന്ന സമയത്ത് നിഴലേറ്റ് കഴിഞ്ഞാൽ വാടിപ്പോകും. ചിലത് തൊട്ട് കഴിഞ്ഞാൽ വാടും. തൊട്ടാ വാടുന്നത് പോലെ ആർത്തവം സംഭവിച്ച സ്ത്രീകൾ തൊട്ട് കഴിഞ്ഞാൽ ആ ചെടി വാടിപ്പോകുന്നു. വീണ്ടും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇത് ഇവരുടെ കുറ്റമോ കുറവോ അല്ല, ഒരു നിയമം, പ്രകൃതി നിയമമാണിത്. അങ്ങനെ ആ സ്ത്രീയെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അയ്യോ, അത് ആർത്തവം സംഭവിച്ച സ്ത്രീ ആയിരുന്നോ? ഞാനത് അറിഞ്ഞു കഴിഞ്ഞാൽ 15 പ്രാവശ്യം ശരണം വിളിക്കണം. ഇതാണ് നിയമം. വ്രതകാലത്ത് ആർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല. അധികം ഉറങ്ങരുത്. മടിയനായി ഇരിക്കരുത്. ആരെയും നിന്ദിക്കരുത്. 21 ഞാനിവിടെ പറഞ്ഞു. 36 ഏകദേശം ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ മാലയിട്ട അയ്യപ്പൻ നിഷ്കർഷതയോടെ ഇത് പാലിച്ചു കൊള്ളണം എന്നാണ് മഹാശാസ്തു പൂജാകൽപ്പത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെ മലനോൻപ് എന്ന് പറയും. ആദ്യമായി പോകുന്ന അയ്യപ്പൻ 51 ദിവസമാണ് വ്രതമെടുക്കേണ്ടത്, 41 ദിവസമല്ല. ഗുരുസ്വാമിയിൽ നിന്നും മാല സ്വീകരിക്കാം, സ്വന്തം ഗുരുവിൽ നിന്നും മാല സ്വീകരിക്കാം, അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും മാല സ്വീകരിക്കാം. തോന്നുന്ന സ്ഥലത്തുനിന്ന് മാലയിടാൻ പാടില്ല. ഒന്നിലെ എൻ്റെ എനിക്കൊരു ഗുരുവുണ്ട്, ആ ഗുരുവിൽ നിന്നും സ്വീകരിക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുസ്വാമിയിൽ നിന്നും സ്വീകരിക്കാം. എനിക്ക് ഗുരുവുമില്ല, ഗുരുസ്വാമിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ആ അമ്പലത്തിലെ പുരോഹിതൻ്റെ കയ്യിൽ നിന്നും എനിക്ക് മാല സ്വീകരിക്കാം. ഇതിന് ഏറ്റവും നല്ലത് ശനിയാഴ്ചയാണ്. പേട്ടതുള്ളൽ എന്ന് പറയുന്ന ഓരോ ആചാരത്തിനും രഹസ്യമായിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരിക്കും, രഹസ്യമായിരിക്കുന്നൊരു ഐതിഹ്യമുണ്ടായിരിക്കും. ഇത് അന്വേഷിച്ച് നമുക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഉണ്ട്. ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടായിരിക്കാം, ഐതിഹ്യമുണ്ടായിരിക്കാം. പൂജാകൽപ്പത്തിൽ പറയുന്നു, ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്തെറിഞ്ഞു. ദേവലോകത്തു നിന്നും മഹിഷിയെ എടുത്തെറിഞ്ഞു. ആദ്യമേ ഞാൻ പറഞ്ഞു, കഥയുടെ പുറകെ പോകരുത്. ഈ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ്. കഥയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ആ കഥകൾ മുഴുവനും നമ്മളുടെ കഥ കഴിക്കും. കഥയുടെ പുറകെ പോകാതെ കഥയുടെ പൊരുൾ മനസ്സിലാക്കുക. സത്യം, ഒരു തത്വമുണ്ടായിരിക്കും, ഒരു സന്ദേശമുണ്ടായിരിക്കും ഒരു കഥയ്ക്ക്, അത് ഉൾക്കൊള്ളുക. ഇവിടെ ആ ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ
ശാസ്താവ് അവിടെ മഹിഷിയെ എടുത്തെറിഞ്ഞു. അത് വന്ന് വീണത് എരുമയുടെ വേഷത്തിൽ വീണ സ്ഥലമാണ് എരിമേലിൽ. ആ എരുമയുടെ മേലിൽ നൃത്തം ചെയ്തു ശാസ്താവ് ഭഗവാൻ. അങ്ങനെ നൃത്തം ചെയ്ത സ്ഥലമാണ് എരുമേലി ആയി മാറിയത്. എരുമയുടെ മേലിൽ നൃത്തം ചെയ്തു. എരുമേലിൽ എന്ന സ്ഥലം എരുമേലിൽ നൃത്തം ചെയ്തതുകൊണ്ട് അത് പിന്നീട് പറഞ്ഞ് എരുമേലി ആയി മാറി. അവിടെ അന്ന് നൃത്തം ചെയ്ത് സന്തോഷിച്ചു ഭഗവാൻ. അതിൻ്റെ പ്രതീകാത്മകതയാണ് പേട്ടതുള്ളൽ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഐതിഹ്യമുണ്ട്. പേട്ട തുള്ളുന്നതിന് മുമ്പിൽ കാട്ടാള വേഷം ധരിക്കണം, കരിയും മഞ്ഞളും കൊണ്ട് പുള്ളി കുത്തണം, ശരക്കോല് കയ്യിലെടുക്കണം, വനം ചവിട്ടാനുള്ള ശുദ്ധി കൈവരുന്നു. ആ ഭക്തനെ വന്യമൃഗങ്ങൾ ആക്രമിക്കില്ല. ശരംകുത്തിയാലിൽ ശരമെറിയുവാൻ വേണ്ടി ശരം പിടിച്ചിട്ടുണ്ട്. ആ മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അമ്പ് അസ്ത്രത്തിൻ്റെ രൂപമുണ്ട്, വില്ലിൻ്റെ രൂപമുണ്ട്, പലതും കയ്യിൽ പിടിച്ചിട്ടാണ്. പുള്ളി കുത്തിയിട്ടുണ്ട്. തനി കാട്ടാളൻ്റെ രൂപമാണ് ധരിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ മുമ്പിൽ ജഡ്ജാണ് വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ജഡ്ജുണ്ട്. എൻ്റെ ഇടത് ഭാഗത്ത് വലിയ എല്ലാ ക്യാൻസറും മാറ്റുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്നത്. എൻ്റെ വലത് ഭാഗത്ത് ഗുരുവായൂർ തന്ത്രിയുടെ മകനാണ്. എൻ്റെ പുറകിൽ കാണിപ്പയ്യൂർ ജ്യോതിശാസ്ത്രം അറിയാവുന്ന ഒരാളുടെ മകനാണ്. അങ്ങനെ ഞങ്ങൾ 5 പേര് കൂടി പേട്ട തുള്ളാൻ പോവുകയാണ്. ഈ ജഡ്ജിയുടെ മുഖവും വികൃത വേഷം ധരിച്ചിട്ടുണ്ട്. മഞ്ഞൾ കുത്തി കരി തേച്ചു. ജഡ്ജിയും പിടിച്ചിട്ടുണ്ട് ചരക്കോല്, ഡോക്ടറും പിടിച്ചിട്ടുണ്ട്, തന്ത്രിയും പിടിച്ചിട്ടുണ്ട്, ഞാനും പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പേട്ട തുള്ളാൻ പോവുക. ഇങ്ങനെ ഇത്രയും സാധനം കയ്യിലുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ നമ്മളെ ആക്രമിക്കുകയില്ല എന്നതാണ് നിയമം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ പേട്ട തുള്ളുന്നതോടുകൂടി അഹങ്കാരം നശിക്കുന്നു. അതോടുകൂടി അവൻ്റെ കുണ്ടലിനി ശക്തി ഉദ്ധരിക്കുന്നു. സാവധാനത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി പേട്ട തുള്ളുന്നതോടുകൂടി ഉണരുന്നു. അത് അവൻ അറിയണമെന്നില്ല. ഞാനൊരു സാധാരണ ഭക്തനാണ്, എനിക്ക് കുണ്ടലിനി ശക്തി പറ്റിയൊന്നും എനിക്കറിയില്ല, ഞാനത് അറിയുകയില്ല. പക്ഷേ അത് സംഭവിക്കുന്നു. ആ വാദ്യഘോഷ ലഹരിയിൽ എന്താണ് ഭക്തൻ പറയുന്നത്? അയ്യപ്പ പരമാത്മാവേ, നിൻ്റെ അകത്തൊരു ഓങ്കാരമുണ്ട്. ഞാൻ മാലയിട്ട അയ്യപ്പനാണ്, എൻ്റെ അകത്തും ഓങ്കാരമുണ്ട് അയ്യപ്പ. അയ്യപ്പ നിൻ്റെ അകത്തോം, സ്വാമി എൻ്റെ അകത്തോം. അത് പറഞ്ഞ് വികൃതമായതാണ്. അയ്യപ്പൻ തിന്തകത്തോം, സ്വാമി തിന്തകത്തോം. പരമാത്മാവായിരിക്കുന്ന അയ്യപ്പ, നിൻ്റെ അകത്തൊരു ഓങ്കാരമുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ അകത്തും ഓങ്കാരമുണ്ടെന്ന് എനിക്കറിയാം. അയ്യപ്പ നിൻ്റെ അകത്വവും, സ്വാമി എൻ്റെ അകത്വവും. അത് തിന്തകത്വമായി വികൃതമായി പിന്നീട് മാറിയതാണ്. പണ്ട് കാലത്ത് ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്. പേട്ടതുള്ളൽ എന്ന ആചാരത്തോടു കൂടിയാണ് തത്വമസി എന്ന ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യ ചവിട്ടുപടി കയറുന്നത്. മാലയിട്ട് 41 ദിവസം വ്രതമെടുത്തു പേട്ട തുള്ളുന്ന ഭാഗം വരെയാണ് ആ ശബരിമല ദർശനത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. 3 ഘട്ടമാണ് ഇതിനുള്ളത്. ആദ്യത്തെ ഘട്ടം, ഒരു ക്ഷേത്രത്തിൽ നിന്നും ഞാൻ മാലയിട്ടു, 41 ദിവസം നിത്യവും വൈകുന്നേരവും രാവിലെയും കുളിച്ച് ശരണം വിളിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരണം വിളിക്കുന്നു. ഇങ്ങനെ ഞാൻ പേട്ട തുള്ളുന്ന ഭാഗത്തെത്തി എരുമേലിയിൽ വന്നു. എൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാകുന്നു. ഇനി രണ്ടാമത്തിലെ ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ സമയത്താണ് എൻ്റെ കുണ്ടലിനി ശക്തി ഉണരേണ്ടത്. അപ്പോഴാണ് ഞാൻ പേട്ട തുള്ളുന്ന ആ ഒരു നൃത്തം അവിടെ അന്ന് അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് ചെയ്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന ആചാരത്തോടു കൂടിയാണ് തത്വമസി എന്ന ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യത്തെ ചവിട്ടുപടി കയറുന്നത്. അവിടെ കറുത്ത വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത്? കറുത്ത വസ്ത്രത്തിനും വെളുത്ത വസ്ത്രത്തിനും നേരെ വിപരീതമായിരിക്കുന്ന ഫലമാണ്. കറുത്ത വസ്ത്രത്തിന് എനർജിയെ വലിച്ചെടുക്കുവാനുള്ള കഴിവ്, അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. വെളുത്ത വസ്ത്രത്തിന് റിഫ്ലക്റ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ട്. തുല്യമായ ഒരു കമ്പനിയുടെ 2 പെയിൻറ്റ്, കറുത്ത പെയിൻറ്റും വെളുത്ത പെയിൻറ്റും മേടിച്ച് തുല്യമായി എന്ന 2 വസ്തുക്കളിൽ പെയിൻറ്റ് ചെയ്ത് വെയിലത്ത് വെച്ചു. ആദ്യം ഉണങ്ങുന്നത് കറുത്ത സാധനമായിരിക്കും. കറുത്ത പശുവിൻ്റെ പാലിന് ശക്തി കൂടുന്നുണ്ട്, വിറ്റാമിൻ കൂടുതലായിരിക്കും. കറുത്തതിൻ്റെ ആ സൂര്യപ്രകാശത്തെ കറുപ്പ് നിറം വലിച്ചെടുക്കുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഊർജ്ജവത്കരണം അയ്യപ്പന് കിട്ടണം. അതിനുവേണ്ടിയാണ് കറുത്ത വസ്ത്രം ധരിക്കുന്നത്. മരിച്ച വീട്ടിൽ കറുത്ത വസ്ത്രം ധരിച്ചു പോയാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയുള്ള നെഗറ്റീവ് എനർജി പെട്ടെന്ന്
ആ കറുത്ത വസ്ത്രം ധരിച്ച അയ്യപ്പൻ്റെ ശരീരത്തിലേക്ക് കയറും. മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ വെളുത്ത വസ്ത്രം ധരിക്കരുത്. എപ്പോഴും കറുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത്. അങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച വ്യക്തിയാണ് മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായിരിക്കുന്ന തത്വം ആ വീടിൻ്റെ അകത്ത് മുഴുവനും മലിനഊർജ്ജം തിങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ആ ശവത്തിൻ്റെ മുകളിൽ ഇത് സംഭവിക്കുന്നു. ഇത് പ്രകൃതി നിയമമാണ്. അത് ആ മരിച്ചു കിടക്കുന്നത് തന്ത്രിയാണോ ജഡ്ജാണോ ആരായിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് മാലയിട്ട ബ്രഹ്മചാരിയായിരിക്കുന്ന സ്വാമി പോകാൻ പാടില്ല എന്ന് പറയുന്നത്. ഓരോ വ്രതത്തിനും അതിൻ്റേതായ രഹസ്യ സ്വഭാവമുണ്ട്. ആ ഭൗതിക ജീവിതത്തോട് വിരക്തി വരുത്താൻ പറ്റുന്ന നിറമാണ് കറുപ്പ്. അഭിമാനമുണ്ടാവില്ല. ചില പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗന്ധം നമ്മുടെ മുക്കിലുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഊർജ്ജം ഉണ്ടാവും. പുതിയ വസ്ത്രമാണെങ്കിൽ, ഈ പുതിയ കറുത്ത വസ്ത്രമാണെങ്കിൽ ഇത് ഇത്ര ഉണ്ടാവില്ല. ആത്മാഭിമാനം ഉണ്ടാവില്ല. ആ ഭൗതിക സുഖത്തോട് വിരക്തി വരുവാൻ ഈ കറുത്ത വസ്ത്രം, കറുത്ത നിറം അത് ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്നു. അഹങ്കാരമുണ്ടാവുകയില്ല, അഭിമാനമുണ്ടാവുകയില്ല. ആ പേട്ട തുള്ളുന്നത് എങ്ങനെയാണ്? കരിയെല്ലാം തേച്ചു, ശരം കയ്യിലെടുത്തു, ശരക്കോല് കയ്യിലെടുത്തു, അയ്യപ്പൻ തിന്തകത്തോന്നും പറഞ്ഞ് ഈ പേട്ട തുള്ളുന്നതിന് മുമ്പ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചെണ്ടകുട്ടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഈ ചെണ്ടകുട്ടി ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ സൗണ്ട് എനർജൈസേഷൻ വരുന്നു. അത് കറുത്ത വസ്ത്രത്തിൽ കൂടി ആ അയ്യപ്പൻ്റെ ശരീരത്തിലേക്ക് കയറും. ആ സമയത്ത് നമ്മളവിടെ ആ ചെണ്ടയ്ക്കനുസരിച്ച് പിന്നെ എന്താണ് നമുക്കൊരു പ്രചോദനം? അവിടെ നൃത്തം ചെയ്യുക, അവിടെ കയ്യും കുട്ടി ബഹളം വയ്ക്കുകയാണ്. ഇത് പേട്ട തുള്ളാത്ത പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പേട്ട തുള്ളാത്ത പുരുഷന്മാരോട് പറഞ്ഞു കഴിഞ്ഞാലും പേട്ട തുള്ളുന്നതിൻ്റെ അനുഭവം മനസ്സിലാവുകയില്ല. പേട്ട തുള്ളിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ സമയത്ത് വേറൊരു ലോകത്താണ് ഈ സ്വാമി. ഈ മാലയിട്ട സ്വാമിയുടെ അവസ്ഥ വേറെയാണ്. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നിങ്ങളത് അനുഭവിച്ചറിയേണ്ടതാണ്. ആ ചവിട്ടുപൊടിയിൽ കൂടി ജിയോ തെർമൽ എനർജൈസേഷൻ അയ്യപ്പൻ്റെ ആ മാലയിട്ടവൻ്റെ ശരീരത്തിലേക്ക് കയറും. ഭൂമിയുമായി ബന്ധപ്പെട്ട എനർജി അവിടെ അന്ന് അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് നൃത്തം ചെയ്ത സ്ഥലമാണ്. ഒരിക്കലും ആ ചൈതന്യം അവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല. ആ മണ്ണിലാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത്. അപ്പോൾ എനർജൈസേഷൻ ശരീരത്തിലേക്ക് വരുന്നു. പിന്നെ കർപ്പൂരം കത്തിക്കുന്നത് വഴി കെമിക്കൽ എനർജൈസേഷൻ വരുന്നു. ചെണ്ട കൊട്ടുന്നത് വഴി സൗണ്ട് എനർജൈസേഷൻ വരുന്നു. അവിടെ വിളിക്കുന്നത് എന്താണ്? സ്വാമിയേ സ്വാമി. ഇത് തന്നെ ഈ ശരണം വിളിയിൽ കൂടി ഏരിയൽ എനർജൈസേഷൻ, വായു സംബന്ധമായിട്ടുള്ള ഊർജം പ്രസരിക്കുന്നു. അതും കറുത്ത വസ്ത്രത്തിൽ കൂടി കയറുന്നു. വേറൊരു തലത്തിലേക്ക് ആ സ്വാമി മാറിക്കഴിഞ്ഞു. ഇനി 18-ാം പടി കയറുവാനുള്ള ആ ഒരു തലത്തിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ശബരിമല ദർശനത്തിൻ്റെ 2ാം ഘട്ടമാണ് ഈ പേട്ടത്തുള്ളൽ മുതൽ ഞാൻ 18-ാം പടി വരെ കയറുന്നത്. പേട്ടത്തുള്ളിയതിന് ശേഷം അവിടെ പമ്പയിൽ പോയി ഞാൻ കുളിക്കുന്നുണ്ട്. പമ്പ എന്ന് പറയുന്നത് ദക്ഷിണ ഗംഗ എന്നാണ് പറയുന്നത്. പമ്പാ സരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടു കവീന്ദ്രനും രാമായണത്തിൽ പറയുന്നുണ്ട്. ഏത് പമ്പയാണ് ഇത്? രാമായണത്തിൽ പമ്പയാണോ വേറെ പമ്പയാണോ നിങ്ങൾ ചിന്തിക്കരുത്. ശ്രീരാമൻ വന്ന പമ്പയാണോ ചിന്തിക്കരുത്. ഏതോ ഒരു പമ്പ എന്നർത്ഥമെടുക്കുക. ഭക്തരുടെ പാപം കഴുകിക്കളയുന്നു. പമ്പ വിളക്ക്, പമ്പാസന്ധ്യ, പിതൃതർപ്പണം, ഇത് 3നും പ്രാധാന്യമുണ്ട്. പമ്പാസദ്യയിൽ മണികണ്ഠസ്വാമി പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. പന്തളം രാജാവിന് അയ്യപ്പനെ ലഭിച്ചത് പമ്പാതീരത്ത് നിന്നാണ്. അതുകൊണ്ട് പമ്പയ്ക്ക് വളരെ പ്രാധാന്യം. കൊള്ളക്കാരെ കൊന്ന അയ്യപ്പൻ പമ്പയിൽ തർപ്പണം ചെയ്ത് സ്മരണയിൽ നമ്മളും ചെയ്യണം. കൊള്ളക്കാരെ കുറേ പേര് അയ്യപ്പൻ കൊന്നു. അയ്യപ്പൻ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആത്മാവിന് ശാന്തി കൊടുക്കുവാൻ വേണ്ടി അയ്യപ്പൻ അന്ന് പിതൃതർപ്പണം ചെയ്തു എന്നാണ് പറയുന്നത്. നാളെ വാവാണ്, നാളെ തർപ്പണ ദിവസമാണ്. അതുപോലെ അന്ന് അയ്യപ്പൻ ആ ആത്മാക്കൾക്ക് ഗതി കൊടുക്കുവാൻ വേണ്ടി തർപ്പണം ചെയ്തതിൻ്റെ സ്മരണ നിലനിർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പേട്ട തുള്ളിക്കഴിഞ്ഞ് പമ്പയിലെത്തി കുളിച്ച് പമ്പാസദ്യ തയ്യാറാക്കി. ഇത് പണ്ടുകാലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഈ കാലത്ത് പ്രായോഗികമല്ല. പണ്ടുകാലത്ത് പമ്പാസദ്യ, അതിനു മുമ്പ് കുളിക്കുന്ന സമയത്ത് അവിടെ തർപ്പണം ചെയ്യുന്നു. നമ്മളുടെ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം. പിതൃകടം വീട്ടാൻ പറ്റുന്നു. ശബരിമല ദർശനത്തിൽ കൂടി പിതൃക്കളോടുള്ള കടം വീട്ടുവാനും ആ ഭക്തന് സാധ്യമാകുന്നു. പമ്പയും പോഷകനദികളും പ്രതിവർഷം നമുക്ക് തരുന്നത് 1338 മെഗാവാട്ട് വൈദ്യുതിയാണ്. അത്ര പ്രാധാന്യം പമ്പയ്ക്കുണ്ട്. പമ്പാസദ്യയിൽ
ഒരു വരിയിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യമുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും ഭക്തിയുള്ള അയ്യപ്പൻ ആരാണോ ആ അയ്യപ്പൻ ഇരിക്കുന്ന ആ വരിയിൽ അയ്യപ്പൻ വരും. സ്വാമിമാർ കൃത്യമായ വ്രതമനുഷ്ഠിച്ചവരുടെ കൂടെ അയ്യപ്പൻ ഭക്ഷണം ആ സദ്യ സ്വീകരിക്കുമെന്നതാണ് പണ്ടത്തെ ആചാരം. അടുപ്പിൽ നിന്നും ഭസ്മം ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ഏത് ആളുകളുടെ ഭക്ഷണം ചെയ്ത പാകം ചെയ്ത അടുപ്പിലാണോ അയ്യപ്പനുമായി ബന്ധപ്പെട്ട അടുപ്പെന്നറിയില്ല. അതുകൊണ്ട് പണ്ട് കാലത്തുള്ളവർ ഓരോ അടുപ്പിൽ നിന്നും ചാരം സൂക്ഷിച്ച് ശേഖരിക്കുന്നു, അത് കൊണ്ടുപോയി ഭസ്മമായി കരുതുന്നു. അപ്പോൾ അയ്യപ്പൻ ഇരുന്ന ആ അടുപ്പിലെ ഭസ്മവും കിട്ടി. അതാണ് എല്ലാ അടുപ്പിൽ നിന്നും. ഇത് പമ്പാസദ്യ ദിവസമാണ് സംഭവിക്കുന്നത്. അന്ന് നക്ഷത്രം ആകാശത്ത് പറക്കുന്നത് ഇതുവരെ ചരിത്രത്തിൽ മുടങ്ങിയിട്ടില്ല. പരുന്ത് പറക്കുന്നതും ചരിത്രത്തിൽ മുടങ്ങിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ പരുന്ത് ഇത് അറിയുന്നത്? ഇങ്ങനെ ഒരു പമ്പാസദ്യ സമയത്ത് എനിക്കിവിടെ പറന്നു വരണം, എനിക്കിത് കാണണം. പരുന്തിനറിയില്ല, പക്ഷേ പരുന്തിനെ നമ്മൾ കാണുന്നു. ഇതൊക്കെ ഇതിൻ്റെ മഹാത്ഭുതകരമായിരിക്കുന്ന രഹസ്യങ്ങളാണ്. ഇവിടെ പേട്ട തുള്ളുന്ന സമയത്ത് ജഡ്ജ്, വൈദ്യൻ, തന്ത്രി, ജ്യോത്സ്യൻ എല്ലാവരും കൂടി ഞങ്ങൾ പേട്ട തുള്ളിയതിന് ശേഷം ജഡ്ജ് മാറി, തന്ത്രി മാറി, ജ്യോത്സ്യൻ മാറി, ഞങ്ങളൊക്കെ സ്വാമിയായി. പിന്നെ ജഡ്ജിന് സെക്യൂരിറ്റി വേണ്ട. അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുന്നു. പിന്നെ സെക്യൂരിറ്റിക്കാർ അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങളാണ്. ഞങ്ങളെ ഒരു പുലി പിടിക്കില്ല. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ്? ഞങ്ങൾ 40 ദിവസം വ്രതമെടുത്ത് വന്ന് വയ്ക്കുന്നവരാണ്. പുലി ഞങ്ങളുടെ മുമ്പിൽ വരില്ല, ഉറപ്പാണത്. വരാൻ പാടില്ല. പുലി എങ്ങനെ വന്നു കഴിഞ്ഞാൽ, ശരണം വിളിച്ചു കഴിഞ്ഞാൽ പുലി പോകും. ചരിത്രത്തിൽ ഇതുവരെ ഒരു അയ്യപ്പനെ പുലി കടിച്ച് കീറി ചോര കുടിച്ചു എന്ന വാർത്ത ഇതുവരെ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല. അത് മനസ്സിലാക്കുക. പുലികൾക്ക് അവിടെ വരാൻ പറ്റില്ല. കടുവയോ പുലിയോ അവിടെ വരില്ല. ആന വരില്ല. കാട്ടിലവർ സഞ്ചരിക്കുന്നുണ്ട്. ഈ ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ കൂടി ആരും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത് വരും, പക്ഷേ ഇങ്ങോട്ട് വരില്ല. കല്ലിടാംകുന്ന് എന്ന് പറയുന്ന സ്ഥലവും ഐതിഹ്യമുള്ളതാണ്. മഹിഷിയുടെ ശവക്കല്ലറ തീർത്ത സ്ഥലമാണ് ഈ അഴുതമേട്, കല്ലിടാംകുന്ന്. അവിടെയാണ്, അഴുതമേട്ടിലാണ് കല്ലിടാംകുന്ന് എന്ന സ്ഥലം. മഹിഷിയുടെ ദേഹം സംസ്കരിച്ച ഈ സ്ഥാനത്ത് എപ്പോഴും കൃത്തികമാർ എന്ന് പറയുന്ന ദേവതമാർ വാസം ചെയ്യുന്നു. കൃത്തികമാരെന്നാണ് ഞാൻ പറയുന്നത്. ആ ദേവതാ ചൈതന്യയുടെ പേരാണ് കൃത്തിക. അവർക്ക് ആഹാരത്തിനായി പരമശിവൻ കൽപ്പിച്ചതാണ് പാഷാണം അഥവാ കല്ലിൻ കഷണം. ഈ ദേവതയുടെ ഭക്ഷണമാണ് കല്ല്. അതാണ് കല്ല് പമ്പയിൽ നിന്നെടുത്ത് അത് എറിയുന്നത്. ഈ ദേവതമാർക്ക് പാൽപ്പായസം പറ്റില്ല, ശർക്കര പായസം പറ്റില്ല, മലർ നിവേദ്യം പറ്റില്ല, കദളിപ്പഴം പറ്റില്ല. കല്ലാണ് അവരുടെ നിവേദ്യം. അത് ഭക്ഷണമല്ല, നിവേദ്യമാണ്. ആ നിവേദ്യമാണ് നമ്മളവിടെ സമർപ്പിച്ച് അവരുടെ അനുഗ്രഹം നേടിയതിന് ശേഷം മുകളിലേക്ക് പോകുന്നത്. ആ ശബരിമല മുകളിൽ ശാസ്താവിനെ കാണണമെങ്കിൽ അനവധി ദേവതമാരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ. എരുമലയിലേക്ക് പോകുന്ന വഴി നമ്മൾ ചോറ്റാനിക്കര പോയി, ഗുരുവായൂർ പോയി, വൈക്കത്ത് പോയി, ഏറ്റുമാനൂർ പോയി, എല്ലാ സ്ഥലത്തും പോയി അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചതിന് ശേഷമേ മുകളിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ. ഇതാണ് ആചാരം. ഇങ്ങനെ വഴി നീളെ അമ്പലങ്ങളിൽ ദർശനം ചെയ്തു, തീർത്ഥാടനമാണ്. പുഴകളിലൊക്കെ മുങ്ങി കുളിച്ചു. പിന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കുറേ ദേവതമാരുണ്ട്. അതാണ് എരുമേലി, ഈ കല്ലിടാംകുന്ന്. അവിടെ മന്ത്രം, ഋഷി, ഛന്ദസ്, ദേവത എല്ലാം വ്യത്യസ്തമായ മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ നിങ്ങൾ അറിയണമെന്നില്ല, ഈ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കണമെന്നില്ല. നിങ്ങൾക്കൊരു മന്ത്രം മാത്രം മതി. അതാണ് സ്വാമിയേ ശരണമയ്യപ്പ. ഇവിടെ പറയാൻ പോകുന്ന മന്ത്രം: പിപ്പലാദ സമുത്പന്നേ കൃത്യേ ലോകഭയങ്കരി പാഷാണം തേ മയാദത്തം ആഹാരാർത്ഥം പ്രകൽപ്പിതം. മഹാശാസ്തു പൂജാകൽപ്പത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങളത് അറിയേണ്ട കാര്യമില്ല. എന്നാലും ഇങ്ങനെ ചിലത് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കോളൂ. ശരംകുത്തിയാൽത്തറ, വനത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് ശരംകുത്തിയാൽത്തറ. പ്രധാനപ്പെട്ട 8 കോട്ടകളുണ്ട്. അതിലൊരു കോട്ടയാണ് ശരംകുത്തിയാൽത്തറ. ഇവിടെ അസ്ത്രഭൈരവൻ എന്ന് പറയുന്ന ദേവത വസിക്കുന്നു. ഇവിടെ ഗദ, ശരം മുതലായവയാണ് വഴിപാടായി നിവേദിക്കുന്നത്. ഈ ശരം പേട്ട തുള്ളുന്ന സമയത്ത് ശരം, കയ്യിലെടുത്ത ശരം കൊണ്ടുപോയി ഇടുന്നത് ശരംകുത്തി ആൽത്തറയിലാണ്. അത് അവരുടെ നിവേദ്യമാണെന്ന് മനസ്സിലാക്കുക. അവരുടെ ഭക്ഷണവും നിവേദ്യമാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയും പാൽപ്പായസം വേണ്ട, ശർക്കര പായസം വേണ്ട, കൂട്ടുപായസം വേണ്ട. ശരം, അതാണ് അവരുടെ നിവേദ്യം. ആ ദേവതയെ ശരമാകുന്ന നിവേദ്യത്തെ കൊണ്ട് ഞാനവിടെ ശരംകുത്തിയാലിൽ ശരമെറിഞ്ഞു, അല്ലെങ്കിൽ അവിടെ വെച്ചു, തൊഴുതു, സ്വാമിയെ ശരണമയ്യപ്പ, കൽപ്പൂരം കത്തിച്ചു പോരുകയാണ്. നാളികേരം മുടയ്ക്കണം, ഒരു നിയമമാണ് അവിടെ. കർപ്പൂരം കത്തിക്കണം എന്നതാണ് അവിടുത്തെ ആചാരം. കല്ലിടാംകുന്നിൽ കല്ലിട്ടതിന് ശേഷം
കൽപ്പൂരം കത്തിക്കണ്ട, നാളികേരം ഉടയ്ക്കണ്ട. ഇവിടെ വ്യത്യസ്തമായിരിക്കുന്ന ആചാരം. ഇതെല്ലാത്തിനും ഒരു ഐതിഹ്യം ഉണ്ടായിരിക്കും. അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട. തൃപ്പടി ധ്യാനം പറയുന്നുണ്ട്. 18-ാം പടി കയറുമ്പോൾ സങ്കല്പിക്കേണ്ട തൃപ്പടി ധ്യാനമുണ്ട്. 18 മഹാസാരങ്ങൾ അടങ്ങിയതും ശാസ്താവിനെ ദർശിക്കാൻ സഹായകമായതും ശുദ്ധവും ഉത്കൃഷ്ടവുമായ സന്നിധാനത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന മന്ത്രം ചൊല്ലിയതിന് ശേഷം മാത്രമേ ഈ പടി കയറാൻ പാടുള്ളൂ. എനിക്ക് ഈ മന്ത്രം അറിയില്ല, എനിക്കിത് ചൊല്ലാനറിയില്ല, എൻ്റെ ഗുരുസ്വാമി എനിക്കിത് പറഞ്ഞു തന്നിട്ടില്ല, എൻ്റെ ഗുരുസ്വാമിക്കിത് അറിയില്ല, ഞാൻ എന്ത് ചെയ്യണം? സ്വാമിയേ ശരണമയ്യപ്പ. അഷ്ടാദശ മഹാസാരം ശാസ്ത്രദർശനദായകം വിദിതം ശുദ്ധമുത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. സന്നിധാനത്തെ ഞാൻ നമസ്കരിച്ചുകൊണ്ട് കയറുകയാണ്. ഇത് അവിടുത്തെ ആചാരമാണ്. ഇത് നിങ്ങൾ അറിയണ്ട, നിങ്ങളൊന്ന് മാത്രം സ്വാമിയേ ശരണമയ്യപ്പ. ഇത് സാധാരണ ഭക്തന് അറിയണമെന്നില്ല. തൃപ്പടിയിൽ ഇടതുകാല് വെച്ച് കയറാൻ പാടില്ല. ആദ്യ പടി ചവിട്ടരുത്. പുറം തിരിഞ്ഞ് ഇറങ്ങാൻ പാടില്ല. 18-ാം പടിക്ക് 2 ദേവതാ സങ്കല്പങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുക. ഇടത് ഭാഗത്തൊരു ദേവതയുണ്ട്, വലത് ഭാഗത്തൊരു ദേവതയുണ്ട്. ഇടത് ഭാഗത്ത് സത്യദേവത, വലത് ഭാഗത്ത് ധർമ്മദേവത. സത്യം, ധർമ്മം എന്നീ 2 ദേവതമാരെ 2 വശങ്ങളിലും സങ്കല്പിച്ചുകൊണ്ട് തന്ത്രി പടിപൂജയിൽ പൂജിക്കുന്നുണ്ട്. നമ്മളിത് പൂജിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അവിടെ ആ രഹസ്യം സംഭവിക്കുന്നു. പ്രത്യേകം ഋഷി, ഛന്ദസ്, ദേവതമാരും ധ്യാനവും മൂലമന്ത്രവും ഈ ഓരോ ദേവതയ്ക്കുണ്ട്. സത്യദേവതയ്ക്ക് പ്രത്യേകം മന്ത്രം, പ്രത്യേകം ധ്യാനം, ധർമ്മദേവതയ്ക്ക് പ്രത്യേകം മന്ത്രമുണ്ട്. മഹാശാസ്ത്ര പരദേവതേ ധർമ്മസ്വരൂപായ അഷ്ടാദശാധിപായ സ്വാഹ. ഇതാണ് ആ ധർമ്മസ്വരൂപമായിരിക്കുന്ന ദേവതയുടെ മന്ത്രം. ഇത് നിങ്ങൾ അറിയണ്ട, നിങ്ങൾക്ക് ശരണം വിളി മാത്രം മതി. തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ ഒരു ചെറിയ തേങ്ങയിൽ നെയ്യ് നിറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ 10-12 പേരാണ് മാലയിട്ട് പോകുന്നത്. ഈ 12 പേർക്കും കൂടി ഒരു വലിയ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒരു വലിയ സ്റ്റീൽ പാത്രത്തിലോ നിറച്ചു കൊണ്ടുപോയാൽ പോരെ? ഇത് നിയമമില്ല. തേങ്ങയിൽ തന്നെ നിറയ്ക്കണമെന്നാണ് നിയമം. തൃപ്പടി കയറിയ സമയത്ത് ഭക്തനായ അയ്യപ്പനുണ്ടായ മാനസിക ബോധതലത്തെ കായികമാക്കുവാൻ വേണ്ടിയാണ് ഈ നെയ്യ് അഭിഷേകം ചെയ്യുന്നത് എന്ന് പഴമക്കാർ പറയുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, 17 പടികളുടെ തത്വപ്രതിബന്ധങ്ങളാണ്. ഈ പ്രതിബന്ധങ്ങൾ മാറ്റുവാൻ ആചാരാനുഷ്ഠാനം വേണം, ബ്രഹ്മചര്യ ശുദ്ധി വേണം, 40 ദിവസം വ്രതം വേണം. അങ്ങനെ വ്രതമെടുത്തു. ആ 18-ാം പടി ചവിട്ടി കയറി. അവിടെ എഴുതി വച്ചിരിക്കുകയാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി തത്വമസി. ഉപനിഷത്ത് മഹാവാക്യമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് തന്നെ ഞാനാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, അത് തന്നെ നീയാകുന്നു. തത് ത്വമസി. ആ ശ്രീകോവിലിൻ്റെ അകത്തെ അയ്യപ്പ വിഗ്രഹം ഞാൻ തന്നെയാണ് എന്ന ബോധമണ്ഡലത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ആ അയ്യപ്പ വിഗ്രഹം കാണുന്ന സമയത്ത് ഇതെൻ്റെ മാനസികാവസ്ഥയാണ്. ഇതെനിക്ക് കായികമാക്കണം. അത് കായികമാക്കണേ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണം. അത് കൈ കൊണ്ടോ കാലുകൊണ്ടോ ചെയ്യണം. അപ്പോൾ നാളികേരത്തിൻ്റെ അകത്തിരിക്കുന്ന നെയ്യെന്ന് പറയുന്നത് എൻ്റെ ജീവനാണ്, എൻ്റെ പ്രാണനാണ്, എൻ്റെ ആത്മാവാണ്. നാളികേരം പൊട്ടിച്ച് നെയ്യ് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തേങ്ങ, ആ വെളുത്ത ഭാഗത്തോടു കൂടിയ ചിരട്ട, അത് എൻ്റെ ശരീരമാണ്. അത് ഡെഡ് ബോഡിയായി മാറിക്കഴിഞ്ഞു. അകത്തിരിക്കുന്ന നെയ്യ് എൻ്റെ പ്രാണൻ്റെ അംശമാണ്. ആ പ്രാണൻ്റെ അംശമായിരിക്കുന്ന നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തത് വഴി പരമാത്മാവും ജീവാത്മാവും ലയിച്ചു ചേർന്നു എന്ന് പറയുന്ന മാനസിക സങ്കല്പത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഞാനത് കായികമാക്കുവാൻ വേണ്ടി തേങ്ങമുറിയാകുന്ന ഒഴിച്ചതിന് ശേഷമുള്ള തേങ്ങമുറി ഡെഡ് ബോഡിയാണ്. അത് ദഹിപ്പിച്ചിട്ട് വേണം എനിക്ക് അവിടെ പോരാൻ. അതിനുവേണ്ടിയാണ് ആഴിയിൽ ഞാൻ എൻ്റെ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നത്. ഇങ്ങനൊരു സങ്കല്പം വേറെ ഒരു ലോകത്തും സംഭവിക്കുന്നില്ല. വ്യത്യസ്തമായ ആ ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടിയ ഈ ഒരു തീർത്ഥാടനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഭാരതത്തിൻ്റെ ഒരു സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കില്ല. കെട്ടുനിറയ്ക്കുന്ന സമയത്ത് തേങ്ങയിൽ നെയ്യൊഴിക്കുന്ന കർമ്മം വളരെ ഭക്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ അയ്യപ്പനായ ഭക്തൻ്റെ ജീവൻ്റെ പ്രാണൻ്റെ പ്രതീകമാണ് നെയ്യ്. ശരീരത്തിൻ്റെ പ്രതീകമാണ് തേങ്ങ. തേങ്ങയുടെ ചുറ്റും അനവധി ദേവതാസങ്കല്പങ്ങളുണ്ട്. ഇത് വേറെ ഒരു ഫലത്തിൻ്റെയും ചുറ്റും വർത്തിക്കുന്നില്ല. ഇത് മഹാശാസ്ത്ര പൂജാകല്പത്തിൽ പ്രത്യേകം പറയുന്നു. തേങ്ങയെ വസിക്കുന്ന ദേവതമാർ ആരെല്ലാമാണ്, കെട്ട് നിറയ്ക്കുമ്പോൾ ചെയ്യേണ്ട സങ്കല്പം എന്താണ്, വ്യക്തമായിട്ട് പൂജാകല്പത്തിൽ പറയുന്നുണ്ട്. ദേവതമാർ 6 ദേവതമാരാണ് വസിക്കുന്നത്. ഒരു തേങ്ങയെ
പൊതിച്ച തേങ്ങയെ മൂക്ക് മുകളിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. കേരമൂലേ സ്ഥിത ബ്രഹ്മ. ആ നാളികേരത്തിൻ്റെ താഴെയാണ് ബ്രഹ്മാവിൻ്റെ സങ്കല്പം. കേരമധ്യേതു മാധവ. ആ തേങ്ങയുടെ ചുറ്റും മധ്യഭാഗത്താണ് മാധവൻ, വൈഷ്ണവ സങ്കല്പത്തിലുള്ള ചൈതന്യമുള്ളത്. കേരമൂലേ സ്ഥിതാ ബ്രഹ്മ, കേരമധ്യേതു മാധവ, കേരകണ്ഠേ സ്ഥിതാ ശംഭു. ആ 3 മൂക്കുകൾ തുടങ്ങുന്ന ഭാഗത്തിൻ്റെ തൊട്ടുഭാഗം, താഴെയുള്ള ഭാഗം, അവിടെയാണ് സാക്ഷാൽ ശംഭുവിൻ്റെ ചൈതന്യം. കേരാഗ്രേ സർവ്വദേവതാഹ. ആ കേരത്തിൻ്റെ മുകൾ ഭാഗം 3 കണ്ണുകളുടെ മുകളിൽ ഒരു ട്രയാങ്കിളുണ്ട്. അവിടെയാണ് എല്ലാ ദേവതമാരും വസിക്കുന്നത്. 3 പേര് പ്രധാനമായിട്ടും കേരത്തിൻ്റെ താഴെ ബ്രഹ്മാവ്, നടുക്ക് മാധവൻ, മുകളിൽ ശംഭു, കണ്ണുകളുടെ മുകളിൽ ബാക്കി എല്ലാ ദേവതമാരും. ഇവരുടെ സഹധർമ്മിണിമാരും പത്നിമാരും ഇതേ സ്ഥലത്ത് തന്നെ ഇവരുടെ കൂടെ തന്നെ വസിക്കുന്നുണ്ട്. എങ്ങനെയാണ്? കേരമൂലേ സ്ഥിതാവാണി, ബ്രഹ്മാവിൻ്റെ പത്നി സരസ്വതി കേരമൂലത്തിൽ ബ്രഹ്മാവിനോട് കൂടെയുണ്ട്. കേരമധ്യേ രമാസ്ഥിത, കേരകണ്ഠേ സ്ഥിത ഗൗരി, കേരാഗ്രേ സർവ്വദേവതാഹ. എല്ലാ സ്ത്രീദേവതമാരും മുകളിലുണ്ട്, എല്ലാ പുരുഷദേവതമാരും മുകളിലുണ്ട്. ഇത്രയും ദേവചൈതന്യത്തോടു കൂടിയ കേരത്തിലാണ്, നാളികേരത്തിലാണ് ഞാൻ നെയ്യ് നിറയ്ക്കുന്നത്. ഇപ്രകാരം ദേവതാസ്മരണം ചെയ്തതിന് ശേഷം കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഞാൻ നെയ്യ് നിറയ്ക്കുന്നു എന്ന് സങ്കല്പിക്കണം. അനന്തരം ഈ മന്ത്രം ചൊല്ലണം. ഇത് അനുഷ്ഠാനമാണ്, ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നതാണ്. കർമ്മണ മനസാവാച ശുദ്ധ്യ ഭക്തിയ ജഗദ്ഗുരോഹോ ഗുപ്തസ്യ ദേവകാര്യാർത്ഥം പൂരയൻ കപിലാകൃതം. ഇതാണ് നിയമം. ഇത് നിയമം അറിയില്ല, ഗുരുസ്വാമിക്ക് അറിയില്ല. ഗുരുസ്വാമിയും മന്ത്രം ജപിക്കുന്നത് സ്വാമിയെ ശരണമയ്യപ്പ, ഭക്തനായിരിക്കുന്ന ഞാനും ശരണമയ്യപ്പ. ഗന്ധപുഷ്പാക്ഷതൈർ ഭക്ത്യ കുശാഗ്രേ പൂജിതൈരപി ഘൃതം പൂരേതാം ശുദ്ധം കേരേ കേരേ യഥാവിധി. ഓരോ നാളികേരത്തിലും ഇത് ജപിക്കുന്ന സമയത്തും ഈ മന്ത്രം ചൊല്ലിക്കൊള്ളണം. ആകെ ഒരു പ്രാവശ്യം മന്ത്രം ചൊല്ലിയാൽ പോരാ. എത്ര നാളികേരമാണോ ഇത് നെയ്യ് നിറയ്ക്കുന്നത്, ഓരോ നാളികേരത്തിലും ഈ മന്ത്രം ഗുരുസ്വാമി ചൊല്ലിക്കൊള്ളണം. ഗുരുസ്വാമിക്ക് ഇത് അറിയില്ല, അപ്പോൾ എന്തു വേണം? സ്വാമിയെ ശരണമയ്യപ്പ. ഇതിന് ശേഷമാണ് തീവ്രമായിരിക്കുന്ന ഭക്തിയോടുകൂടി ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ജപിച്ചാൽ മതി. തേങ്ങ ആഴിയിൽ സമർപ്പിക്കണം. നെയ്യ് പ്രാണൻ്റെ അംശം ഭഗവാനിൽ ലയിച്ചു ചേർന്നതോടുകൂടി തേങ്ങ ഡെഡ് ബോഡിയായി മാറി. ആ ഡെഡ് ബോഡി ദഹിപ്പിച്ചതിന് ശേഷമാണ് അവിടെ പോരേണ്ടത്. അതിന് വേണ്ടിയാണ് ആഴി എന്ന് പറയുന്ന ശ്മശാനം. അവിടെ തീ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്ത് കാര്യത്തിനാണ് ഈ തേങ്ങ ഇവിടെ കത്തിച്ച് നശിപ്പിക്കുന്നത്? ഇത് ദേവസ്വം ബോർഡ് തൂക്കി വെച്ച് കഴിഞ്ഞാൽ കാശ് കൂടുതൽ കിട്ടില്ലേ? അത്രയും പൈസ ദേവസ്വം ബോർഡിന് ഉണ്ടാക്കാമല്ലോ. ഇത് ആചാരമാണ്. ആ തേങ്ങയുടെ ഡെഡ് ബോഡിയാകുന്ന തേങ്ങ അവിടെ ദഹിപ്പിച്ചതിന് ശേഷമാണ് പോരുന്നത്. അവിടെ 3 പ്രാവശ്യം ആഴിക്ക് പ്രദക്ഷിണം വയ്ക്കണം. അവിടെ മന്ത്രം ചൊല്ലാനുണ്ട്. അഗ്നിജിഹ്വാം മഹാജിഹ്വാം സപ്തജിഹ്വാം നമാമ്യഹം ശാസ്ത്രദേവമുഖം വന്ദേ വിധിഹോത്രം പ്രഭാകരം. ആ ആഴി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ മുഖമാണ്. ആ മുഖത്തിലേക്കാണ് ഈ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നത്. ആഴിയിൽ തേങ്ങ സമർപ്പിക്കുന്നതോടുകൂടി അയ്യപ്പനാകുന്ന ഭക്തൻ്റെ ശബരിമല ദർശനം പൂർണ്ണമാകുന്നു. ഗുരുസ്വാമിയിൽ നിന്നും മാല ഇടുന്ന സമയത്ത്, ആ സ്വീകരിക്കുന്ന സമയത്ത് മുദ്രകൾ 14 മുദ്രകളാണ് ഉള്ളത്. അതും ആർക്കും അറിയണമെന്നില്ല. പൂജാകൽപ്പത്തിൽ പറയുന്നു, ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം, വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം, ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം, ശബരി ആശ്രമസത്യേന മുദ്രാപാതു. ആ മുദ്ര എന്നെ രക്ഷിക്കട്ടെ. അതും ഒരു ദേവതാ ചൈതന്യമാണ്. ഗുരുദക്ഷിണയാ പൂർവം തസ്യാനുഗ്രഹകാരണേ. ഈ ധ്യാനം ചൊല്ലി അതിനുശേഷമാണ് ഗുരുസ്വാമിയിൽ നിന്നും ശിഷ്യനായ അയ്യപ്പൻ മാല സ്വീകരിക്കേണ്ടത്. അനന്തരം സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഗുരുസ്വാമി ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഇതാണ് മഹാമന്ത്രം. 6 സന്ദർഭങ്ങളിലും മൊത്തം 7 സന്ദർഭങ്ങളിൽ ഗുരുദക്ഷിണ കൊടുക്കാൻ പറയുന്നുണ്ട്. എരുമേലിയിൽ പേട്ട തുള്ളുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട്. അഴുതയിൽ കല്ല് വാങ്ങുമ്പോൾ കല്ല് വാങ്ങി കൊണ്ടുപോകുന്ന സമയത്തൊരു ദക്ഷിണയുണ്ട്. ആ പമ്പയിൽ കെട്ട് താങ്ങുന്ന സമയത്ത് ദക്ഷിണയുണ്ട്. സ്വഗൃഹത്തിലെത്തി മാല ഊരുന്ന സമയത്ത് ഗുരുസ്വാമിക്ക് ദക്ഷിണാസങ്കല്പം ചെയ്യണം. മാല ഊരുന്ന മന്ത്രത്തിൽ വ്രതമോചന സങ്കല്പം പ്രത്യേകം പറയുന്നുണ്ട്. പൂജാകൽപ്പത്തിൽ പറയുന്നു, അപൂർവമജലാരോഹ ദിവ്യദർശന കാരണ ശാസ്ത്രമുദ്രാത്മകാദേവ ദേഹിമേ വ്രതമോചനം. എനിക്ക് വ്രതമോചനം തന്നാലും എൻ്റെ അയ്യപ്പ ദർശനം ശബരിമല ദർശനം കഴിഞ്ഞു, ഇനി ഞാൻ വ്രതത്തിൽ നിന്ന് മോചിക്കുകയാണ്. ഈ മന്ത്രം ചൊല്ലണം. ഈ മന്ത്രവും അറിയില്ല, അവിടെയും ശരണമയ്യപ്പ. മുദ്ര ധരിക്കുന്ന മാത്രയിൽ തന്നെ ശരീരത്തിൻ്റെ മലിന ഊർജം, നെഗറ്റീവ് എനർജി എർത്ത് ചെയ്തു പോയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ് സംഭവിക്കേണ്ടത്? അമേരിക്കയിൽ ഒരു ഭക്തൻ
സ്വാമിയിൽ നിന്ന് മാലയിട്ടു, ദുബായിൽ മാലയിട്ടു, കോഴിക്കോട് മാലയിട്ടു, പറൂർ മാലയിട്ടു, തൃപ്പൂണിത്തുറ മാലയിട്ടു. എല്ലാ സ്ഥലത്തും മാലയിട്ട സമയത്ത് അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ അമേരിക്കയിലുള്ള ഭക്തനെയും ദുബായിലുള്ള ഭക്തനെയും സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് നിയമം. പിന്നെ കസ്റ്റഡി അയ്യപ്പൻ്റെയാണ്, സെക്യൂരിറ്റി അയ്യപ്പൻ്റെ ഭൂതവൃന്ദങ്ങൾ അവനെ സംരക്ഷിച്ചു കഴിഞ്ഞു. ഇനി ദർശനം കഴിയുന്നതുവരെ അവർ നോക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് ആ പുലി മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് പേടിയില്ല, എന്നെ വേറെ ആരോ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ആത്മവിശ്വാസം 41 ദിവസം വ്രതമെടുത്തവർക്കെന്നാണ് കിട്ടുന്നത്. 10 ദിവസം വ്രതമെടുക്കുന്നവർക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ല. ആ ശരണവിളിയുടെ പ്രാധാന്യം എന്താണ്? ഇതൊരു രഹസ്യമാണത്. ശരണം എന്ന് പറയുന്ന ആ പദത്തിൽ 3 അക്ഷരങ്ങളാണുള്ളത്. ഓരോ അക്ഷരത്തിൻ്റെയും മഹത്വം പരമശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനാണ് തന്ത്രമെന്ന് പറയുന്നത്. ആഗമം എന്ന് പറയും. ആഗതം ശിവഭക്തൃഭ്യ ഗതം തു ഗിരിജാനനെ. 5 മുഖങ്ങളിൽ നിന്നും ഗിരിജയുടെ മുഖത്തേക്ക് പറഞ്ഞു കൊടുത്തതിനെ ആഗമം എന്ന് പറയും. പാർവതി ശിവന് പറഞ്ഞു കൊടുത്താണ് നിഗമം. നിഗമാഗമ മൂലാച ഭാരതീയ ഹി സംസ്കൃതി. ഭാരതത്തിൻ്റെ സംസ്കാരം മുഴുവനും കിടക്കുന്നത് നിഗമാഗമങ്ങളിലാകുന്നു. ആഗമം എന്ന പദത്തിന് തന്ത്രമെന്നർത്ഥം, വേദമെന്നർത്ഥം. ഇവിടെ ആഗമത്തെ 4ആയിട്ട് തിരിച്ചു. യാമളം, തന്ത്രം, ആഗമം, വേറെ ഒന്നും കൂടി. അങ്ങനെ 4ആയിട്ട് തിരിച്ചതിൽ ഒന്നാണ് ആഗമം. ആ ആഗമത്തിലാണ് ഈ സംസ്കാരം മുഴുവനും. തന്ത്രഗ്രന്ഥങ്ങളിലും ഇത് കിടക്കുന്നു. അങ്ങനെ വർണ്ണോദ്ധാര തന്ത്രം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിലാണ് ഓരോ അക്ഷരത്തിൻ്റെയും പ്രാധാന്യം പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉറക്ക ശരണം വിളിക്കുന്ന സമയത്ത് കാമക്രോധാദി അന്ധപിശാചുകൾ നശിക്കുന്നു, ബാഹ്യമായിരിക്കുന്ന പിശാചുകൾ നശിച്ചു പോകുന്നു, രോഗങ്ങളും വിഘ്നങ്ങളും നശിച്ചു പോകുന്നു. ഒരു ഭക്തൻ ശരണം വിളിക്കുമ്പോൾ അവൻ അറിയാതെ തന്നെ പ്രാണായാമം ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാമിയേ, വയറ് ചുരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ രേചകം സംഭവിക്കും. രേചകം, പൂരകം, കുംഭവും. ഇതാണ് പ്രാണായാമം. ആ പ്രാണായാമത്തിൽ കൂടി കുണ്ടലിനി ശക്തി ഉണരും. ഓങ്കാരം ഉച്ചരിച്ചു കഴിഞ്ഞാലും കുണ്ടലിനി ശക്തി ഉണരും. ദേവതയുടെ മൂലമന്ത്രം ഉച്ചരിച്ചു കഴിഞ്ഞാലും ഉണരും. ഇവിടെ ശരണം വിളിയിൽ കൂടി ഇത് ഉണരുന്നു. അതിൻ്റെ കാരണം എന്താണ്? ശ, ര, ണ എന്ന 3 അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നാഡികൾ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനി പാമ്പ് മുകളിലേക്ക് പോകുന്നു. ഓരോ ആധാരചക്രത്തിലും വിശ്രമിപ്പിച്ച് മൂലാധാരത്തിൽ മുതൽ സഹസ്രാര പത്മം വരെ എത്തി അവിടെ ദേവതയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ഇതാണ് യോഗശക്തി. ഓങ്കാരം ഉച്ചരിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. കുണ്ടലിനി ശക്തിയുടെ ഊർധ്വഗമനം സംഭവിക്കുന്നു. ഈ 2 അക്ഷരങ്ങളാണത്. ശരണമെന്നതിലെ ശകാരവും നകാരവും കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ര എന്ന അക്ഷരമാകട്ടെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ താതാത്മ്യം, അമൃതം സ്രാവയ സ്വാഹ എന്ന സംഭവം കഴിഞ്ഞതിന് ശേഷം അത് താഴേക്ക് കൊണ്ടുവരുന്നു. അല്ലയോ പാർവതി, ഇതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത്. ഈ അക്ഷരത്തിൻ്റെ റിപ്പീറ്റേഷനാണ് സംഭവിക്കുന്നത്. അതാണ് ഇതിൻ്റെ രഹസ്യം. ആ ശരണം വിളിയുടെ രഹസ്യം കിടക്കുന്നത് ഇതിലാണ്. ശകാരം പരമേശാനിയ സ്വയം പരമകുണ്ടലി. ഇത് കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്നതാണ് എന്ന് തന്ത്രഗ്രന്ഥമായിരിക്കുന്ന ആ വർണ്ണോദ്ധാര തന്ത്രത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ര എന്ന അക്ഷരമാകട്ടെ അമൃതശ്രവണം കഴിഞ്ഞ് മുകളിൽ നിന്നും താഴേക്ക് മൂലാധാരം വരെ എത്തിക്കുന്നതാകുന്നു. രേഭം എന്ന് പറയുന്നത് ഊർധ്വഗാമിയും അധോഗാമിയുമാകുന്നു. 2 അക്ഷരങ്ങൾ ശായും നായും മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നു. ര എന്ന അക്ഷരം രേഭം ഉയർന്ന കുണ്ടലിനി ശക്തിയെ താഴേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയാണ് ആ യോഗം സംഭവിക്കുന്നത്. മഹാശാസ്തു പൂജാകൽപ്പത്തിൽ വാവുരനുണ്ടോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വാവര് സ്വാമിയാണോ വലുത്, വാവുരനാണോ വലുത്. വ്യക്തമായിട്ട് ആ ഗ്രന്ഥത്തിൽ പറയുന്നു. മഹാശാസ്തു പൂജാകൽപ്പം 1943 ഇറങ്ങിയ ഗ്രന്ഥമാണ്. അതിൽ 208 പേജ് പറയുന്നു. അവിടെ എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, അത് നോക്കി എഴുതി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ വായിക്കുകയാണ്. ഉത്സവം കഴിഞ്ഞാൽ കൊടിയിറക്കി മേൽപ്രകാരം ബലി ചെയ്യേണ്ടതും വനദേവതകൾക്കായി
കുരുതി അർപ്പിക്കേണ്ടതുമാകുന്നു. ഉത്സവ അവസാനത്തിൽ വനദേവതമാരെ ഉദ്ദേശിച്ച് വേദവിധി പ്രകാരം കുരുതി നടത്താറുണ്ട്. കുരുതി കഴിഞ്ഞാൽ വനത്തിൽ മനുഷ്യസഞ്ചാരം ഉണ്ടായിരിക്കുകയില്ല. കുരുതി അർപ്പിക്കുന്നത് പൂജാന്ത്യകർമ്മമാകുന്നു. വാപുരൻ മഹമ്മദീയനാണെന്ന് ചിലർ അന്ധമായി വിശ്വസിക്കുന്നു. അവിടെ എഴുതി വച്ചതാണ് ഞാനിവിടെ വായിക്കുന്നത്. എരുമേലിൽ മഹമ്മദീയരുടെ ഒരു വാവരു പള്ളി ഉള്ളതാണ് അതിന് ഹേതു. വാപുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയുമാകുന്നു. ആർക്ക് അയ്യപ്പനിൽ ഭക്തിയുണ്ടോ ആ മനുഷ്യന് അയ്യപ്പനെ ഭജിക്കാം. ഇത് ക്രിസ്ത്യാനിയെന്നോ മുഹമ്മദിയനെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ കൽപ്പവൃക്ഷം പോലെയാണ് അവരെ അനുഗ്രഹിക്കുന്നത്. അവിടെ തൃപ്പടി ധ്യാനത്തിൽ പറയുന്നു, മഹാശാസ്തു പൂജകൽപ്പത്തിൽ 192 പേജിൽ, അഷ്ടാദശം മഹാസാരം ശാസ്ത്രദർശനദായകം വിദിതം ശുദ്ധമുത്കൃഷ്ടം സന്നിധാനം നമാമ്യഹം. അവിടെ എഴുതി വച്ചിരിക്കുകയാണ് പരിവാരധ്യാനം. ഊർജം വാപുരം ജൈവ. വാപുരം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വാ വരമല്ല, വാപുരം, പൂ എന്ന് തന്നെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഭൈരവദ്വന്ദ്വസേവിതം വിഷ്ണു മായാന്യതം ശാസ്ത്ര പരിവാരം നമാമ്യഹം. ശാസ്താവിൻ്റെ പരിവാരമായിരിക്കുന്ന വാപുരനെ ഞാൻ നമസ്കരിക്കുന്നു. അയ്യപ്പൻ ചെയ്യേണ്ടതാണത്. ശ്രീഭൂതനാഥോപാഖ്യാനം കിളിപ്പാട്ട് 1929 രചിച്ച ഗ്രന്ഥത്തിൻ്റെ 6-ാം അധ്യായം 61-ാം ശ്ലോകത്തിൽ മലയാള ഭാഷയിൽ എഴുതി വച്ചിരിക്കുകയാണ്, വാപുരാഖ്യനായിടും ഭൂതത്തെ വിളിച്ചുടൻ. അയ്യപ്പൻ ഭൂതത്തെ വിളിച്ചു, വാപുരൻ എന്ന് പറയുന്ന ഭൂതത്തെ വിളിച്ചു. ശോഭനഗാത്രൻ മണികണ്ഠസ്വാമിയും ചൊന്നാൻ. മണികണ്ഠസ്വാമി വാപുരനോട് ചൊന്നു, ഈ സ്ഥലത്തിങ്കൽ ഒരു ഗോശാല പണിത് ചിത്തമോദേന ഭൂതവൃന്ദങ്ങളോടുകൂടി സുഖിച്ചു വാണുകൊള്ളുക. വാപുരൻ എന്ന ഭൂതവൃന്ദത്തോടുകൂടി പറഞ്ഞാണ്. 63-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വാപുരൻ തന്നോടേവം ഒക്കെയും അരുൾ ചെയ്തു തപസ്താപസ കുലത്തെയും കനിഞ്ഞു കടാക്ഷിച്ചു. അവിടെയും വാപുര ശബ്ദമാണ്, വാപുര ശബ്ദമില്ല. ഓരോ സങ്കല്പം, കന്നി അയ്യപ്പൻ, എന്താണ് ഈ കന്നി? അത് രഹസ്യമായിട്ടുള്ള ഐതിഹ്യമുണ്ട്. ശബരിമല ദർശനവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്ന ഓരോ പദത്തിനും ഒരു ഐതിഹ്യവും ഒരു രഹസ്യവും ഉണ്ടായിരിക്കും. ഒരു ആന്തരികാർത്ഥമോ രഹസ്യാർത്ഥമോ ഉണ്ടായിരിക്കും. കന്നി അയ്യപ്പന് ആരംഭം എന്നർത്ഥം. ജ്യോതിശാസ്ത്രപ്രകാരം കന്നിരാശി തെക്ക് പടിഞ്ഞാറ് മൂലയായ നിറുതി കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഗണപതിയുടെ സ്ഥാനം. ഗണപതി ആരംഭം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാൻ വാസം ചെയ്യുന്ന ദിക്കിൻ്റെ പേരുകൊണ്ട് ഗണപതി എന്ന് അർത്ഥപ്പെടുത്തി സർവാരംഭദേവനായതുകൊണ്ട് പ്രാരംഭാർത്ഥത്തെ വിവക്ഷിക്കുന്നതിനാൽ കന്നി എന്ന് പറയുന്നു എന്ന് പൂജാകൽപ്പത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. ആ ധ്യാന ശ്ലോകം ഇത് ശബരിമലയിൽ മാത്രമേ ഉള്ളൂ. ധ്യായത് ചാരു ജഡ നിബദ്ധ മകുടം ദിവ്യാംബരം മുദ്രോദ്യോതകം. ആ ധ്യാനശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനമുദ്ര. മറ്റുള്ള വിശേഷണങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആധ്യാത്മിക വിദ്യ ദാനം ചെയ്യുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ യോഗിവരനായ ഗുരുവിൻ്റെ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയിലുള്ളത്. ഈ പ്രതിഷ്ഠ വേറെ എവിടെയുമില്ല. പരശുരാമനാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയുന്നു. വ്യത്യസ്തമായ സങ്കല്പങ്ങളാണ്, വ്യത്യസ്തമായ 108 കാവുകളാണ് അയ്യപ്പൻ കാവുകളുള്ളത്. വ്യത്യസ്തമായ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പം ശബരിമലയിൽ മാത്രമേ ഉള്ളൂ. കുളത്തുപുഴ ചെർപ്പുളശ്ശേരി ബാലശാസ്താവാണ്. ആര്യങ്കാവിൽ പൂർണ്ണ പുഷ്കലയോടുകൂടിയ പത്നി സമേതനാണ്. അവിടെ വിവാഹം കഴിച്ച ശാസ്താവാണ്. അവിടെ സന്താനമില്ല. അച്ചൻകോവിൽ തൃക്കുന്നപ്പുഴ, അവിടെ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ്. അവിടെ പ്രഭാ സത്യക സമേതം. എല്ലാത്തിനും വ്യത്യസ്തമായിരിക്കുന്ന ധ്യാന ശ്ലോകങ്ങളാണ്. ഒന്ന് ജീമൂത ശ്യാമധാര എന്ന് തുടങ്ങുന്ന ധ്യാനം, അവിടെ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ധ്യാനമാണ്. മറ്റത് സ്നിഗ്ധാരാള വിസാരി എന്ന് തുടങ്ങുന്ന ധ്യാനമാണ് പ്രഭാസത്യകൻ സന്താനത്തോടു കൂടിയ ശാസ്താവിനുള്ളത്. ചമറവട്ടം ശാസ്താവ് വൈദികരായ തിരുനാവായ യോഗക്കാരുടെ രക്ഷാദേവതയാണ്. നിറം കൈതക്കോട്ട ശാസ്താവ് പരപ്പനാട് രാജകുടുംബത്തിൻ്റെ കുലദേവതയാണ്. ഓമല്ലൂർ ശാസ്താവ് രക്തകണ്ഠസ്വാമിയായി അറിയപ്പെടുന്ന യുദ്ധാനുഗ്രഹമൂർത്തിയാണ്. തകഴി ശാസ്താവ് വൈദ്യനാഥനാണ്. ചാത്തിര നമ്പൂരിമാരുടെ ശാസ്താവ് പരദേവത സങ്കല്പമാണ്. തിരുവുള്ളക്കാവിൽ അക്ഷരഗുരു സങ്കല്പമാണ്. ഹരിശ്രീ ഗണപതയ നമ, അതും എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ, നിങ്ങൾ സരസ്വതിയെ കാണണ്ട, ഞാൻ തരാം. അക്ഷരസങ്കല്പം. 7 സ്ഥലങ്ങളിൽ വേട്ടക്കാരനാണ്. കുമാരനല്ലൂർ, തിരുവട്ടാറ്, നെയ്യാറ്റിങ്കര, തൃക്കൊടിത്താനം, ഉദയനാപുരം, തൃപ്പങ്കോട്, തൃപ്രയാർ. ഇത് വേട്ടയ്ക്ക് പോകുന്ന ശാസ്താവാണ്. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു ശാസ്താവുണ്ട്. ആ ശാസ്താവ് വളരെ വികൃതനായിരിക്കുന്ന ശാസ്താവാണ്. ആ ശാസ്താവിന് താടിയുണ്ട്, മീശയുണ്ട്, കേശഭാരവും കിരീടമുണ്ട്. ആ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നോക്കുക, അവിടെ വേറെ സങ്കല്പമാണ്. ശബരിമല ധ്യാന ശ്ലോകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് യോഗപട്ടമാണ്.
യോഗപട്ടം എന്ന് പറയുന്നത് കാലുകൾ വിടർന്നു പോകാതിരിക്കാൻ വേണ്ടി 3 തരത്തിലാണ് പട്ടം. ഒന്ന് മാൻതോല് കൊണ്ടുണ്ട്, ഒന്ന് വസ്ത്രം കൊണ്ടുണ്ട്, പുലിത്തോല് കൊണ്ടുണ്ട്. ശബരിമലയിൽ അയ്യപ്പൻ വസ്ത്രം കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അനവധി വർഷക്കാലം കാല് അനങ്ങാതെ നൈഷ്ഠികമായിരിക്കുന്ന തപസ് ചെയ്യാൻ വേണ്ടിയാണ് യോഗപട്ടം ധരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട അന്തസത്ത രഹസ്യമെന്ന് പറയുന്നത് ഈ 3 വിരലുകളാണ്. ഈ തള്ളവിരൽ പരമാത്മാവാണ്, ജീവാത്മാവ് ചൂണ്ടുവിരൽ ജീവാത്മാവാണ്. ആ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിച്ചു ചേരണമെങ്കിൽ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ഗുണങ്ങൾ വേറിട്ട് നിൽക്കണം. ഇത് മുട്ടാൻ പാടില്ല. 3 ഗുണങ്ങൾക്കും അതീതനാകുക അല്ലയോ അർജുന എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. സംഘം തെക്തുവ ധനഞ്ജയ, സംഘരഹിത, സംഘവിരഹിത, സംഘവർജിത, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നീ ഈ ഗുണാതീതനായി വർത്തിക്കൂ. എന്നാൽ മാത്രമേ എന്നെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് തന്നെയാണ് ശബരിമലയിൽ. തത്വമസി ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, പേട്ടതുള്ളൽ വരെ. പേട്ടതുള്ളലിന് ശേഷമുള്ള ഘട്ടമാണ് 18-ാം പടിയുടെ താഴെ വരെ. അത് 2ാമത്തെ ഘട്ടമാണ്. പിന്നെയാണ് മുകളിൽ തത്വമസി കണ്ടതിന് ശേഷം ആ പരമാത്മാവും ജീവാത്മാവും ലയിച്ചു ചേർന്ന് വരണം എന്ന മാനസിക സങ്കല്പം. അത് ഞാൻ നെയ്യഭിഷേകം ചെയ്തതിന് ശേഷം അത് കായികമാക്കി. അതെന്താണ് മുദ്ര? മോദനാഥ് സർവദേവാനാം, എല്ലാ ദേവന്മാർക്കും സന്തോഷമുണ്ടാകുന്നതാണ് മുദ്ര. ദ്രാവണാത് പാപസന്തതേഹേ, മുമ്പിൽ നിൽക്കുന്ന ഭക്തന്മാരുടെ പാപങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുദ്ര പിടിച്ചിരിക്കുന്നത്. ഈ മുദ്രയിൽ കൂടി എനർജി പാസ് ചെയ്യുന്നുണ്ട് ആ ഭക്തന്മാരുടെ മുമ്പിലേക്ക്. മറ്റൊരു പേരാണ് ചിത് മുദ്ര, ജ്ഞാനമുദ്ര, ചിത് മുദ്ര. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈശ്വരീയമായിരിക്കുന്ന ബോധശക്തിയെ ഉണർത്തുവാൻ വേണ്ടിയാണ് അത് പിടിച്ചിരിക്കുന്നത്. 2 ആത്മാക്കളുടെയും ഐക്യം സൂചിപ്പിച്ചിരിക്കുന്നു. നടുവിരൽ സത്വഗുണ പ്രതീകമാണ്, മോതിരവിരൽ രജോ ഗുണ പ്രതീകമാണ്, ചെറുവിരൽ തമസിൻ്റെ പ്രതീകമാണ്. ഇത് സ്പർശിക്കാതെ വേറിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഓരോ ഭക്തനും 3 ഗുണങ്ങൾക്കും അതീതനായി ജീവിച്ചു കഴിഞ്ഞാൽ ജീവാത്മ പരമാത്മ ഐക്യം സാധിക്കാം. അത് ഞാൻ തരാം. നിങ്ങൾ 41 ദിവസത്തെ വ്രതത്തിൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തരാം. 10 ദിവസത്തെ വ്രതത്തിൽ ഇത് കിട്ടുകയില്ല. അത്രയും രഹസ്യ സ്വഭാവം ഇതിലുണ്ട്. ഇനി വേറൊരു സങ്കല്പം, നടുവിരൽ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ്, മോതിരവിരൽ മായയുടെ പ്രതീകമാണ്, ചെറുവിരൽ കർമ്മത്തിൻ്റെ പ്രതീകമാണ്. ഇത് 3 അശുദ്ധികളാണ്. ഈ അശുദ്ധി ഒഴിവാക്കി 2 പേരും ലയിച്ചു ചേരുക. അതിനു വേണ്ടിയാണ് ഞാനിത് പിടിച്ചിരിക്കുന്നത്. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ദേവതയുടെ ഭാവത്തിനനുസരിച്ചിട്ടായിരിക്കണം. എൻ്റേതായിരിക്കുന്ന അമ്പലങ്ങൾ വ്യത്യസ്തമായുണ്ട്. ഞാനും എൻ്റെ കൊച്ചും ഭാര്യയും കൂടി ക്ഷേത്രത്തിൽ വേറെയുണ്ട്. നിങ്ങൾ ഗൃഹസ്ഥന്മാർ അശുദ്ധി മാറാത്ത സ്ത്രീകൾ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ഇനി ഞാനും ഭാര്യയും മാത്രം നിൽക്കുന്ന സ്ഥലമുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരൂ. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 40 ദിവസത്തെ വ്രതമെടുക്കണം. ധർമ്മഭ്രഷ്ടാസ്തു യാ നാര്യഃ പാംസുലാഹ ദോഷദൂഷിതാഹ താസാം നൈവാധികാരോസ്തി പ്രവേശേ മമ ദർശനേ. ധർമ്മത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾ എൻ്റെ മുമ്പിൽ വരാൻ പാടില്ല. പാംസുലാഹ, ആർത്തവാശുദ്ധി ഉള്ള സ്ത്രീകൾ വരാൻ പാടില്ല. ആർത്തവം കഴിയാത്തവർ വരാൻ പാടില്ല. എന്തുകൊണ്ട് വന്നുകൂടാ? അതാണ് ചോദ്യം. ആ സ്ത്രീകളെന്ന് പറയുന്നവർക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ശക്തി കുറവാണ്. ഈ കെട്ടും കെട്ടി തലയിൽ ഭാരം ചുമന്ന് പോകുന്ന സ്ത്രീകൾക്ക് ഭാരം ചുമക്കാൻ ശക്തിയില്ലാതെ വരുന്ന സമയത്ത് ഇവരുടെ മെൻസസ് ബ്ലഡ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇത് മെൻസസ് ബ്ലഡ് ആകണമെന്നില്ല, മാസം തോറും വരുന്ന ആ ബ്ലഡ് ആകണമെന്നില്ല. ഏത് ബ്ലഡ് പുറത്തു വന്നു കഴിഞ്ഞാലും ഇത് അശുദ്ധി തന്നെയാണ്. കൈ മുറിഞ്ഞ് ചോര പുറത്തു വന്നു കഴിഞ്ഞാലും അശുദ്ധിയാണ്. മൂക്ക് മുറിഞ്ഞാലും നാക്ക് മുറിഞ്ഞാലും അശുദ്ധി തന്നെയാണ്. അങ്ങനെ ആ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് വന്യമൃഗങ്ങളുടെ വന്യമായിരിക്കുന്ന ചൈതന്യങ്ങൾ അവിടെ എല്ലാം നടക്കുന്നുണ്ട്. ഇത് ചിലർ രക്തം ആഗ്രഹിക്കുന്ന ചൈതന്യങ്ങളുണ്ടാവും അവിടെ. എവിടെയാണ് രക്തം വന്നിരിക്കുന്നത് ഇത് ഇവർക്ക് അറിയാൻ പറ്റും. അത് പാഡ് വെച്ച് മറച്ചാലും വസ്ത്രം വെച്ച് മറച്ചു കഴിഞ്ഞാലും ഇവർക്ക് അറിയാൻ പറ്റും. അവർക്ക് അതിൻ്റെ ചൈതന്യത്തിന് ശക്തിവിശേഷമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാലയിട്ട് പോകുന്ന സ്ത്രീ അശുദ്ധിയായിട്ടുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞൊക്കെ കൂടി അങ്ങോട്ട് ചെല്ലും. ഇങ്ങനെ ആ യോനി ഭാഗത്തേക്ക് അവർ ഇരച്ച് കയറും. അങ്ങനെ കയറിയതിന് ശേഷം അവിടെ ഒരു രക്തം അവർ കുടിക്കുന്ന സമയത്ത് അവിടേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യും. ഇങ്ങനെ ഈ സ്ത്രീ ഭഗന്ധര മുതലായ രോഗമുള്ളവരായിട്ട് മാറും. ആ യോനിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖം അവരിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരല്ലേ. ഇതാണ് അയ്യപ്പ ഗീതയിൽ കൂടി ആ തത്വം സ്വാമിജി നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇവിടെ
ആചാരങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക. നിത്യവും ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം, അത് നിത്യവും ബ്രഹ്മചര്യമാണ് പറയുന്നത്. ഇവിടെ സ്ത്രീത്വത്തിന് പ്രാധാന്യമില്ല. എന്തുകൊണ്ടാണ്? ഹരിഹരപുത്രനാണ് ഞാൻ. ഹരി എന്ന് പറയുന്നത് പുരുഷനാണ്, ഹരൻ പുത്രനാണ്. ഇവരുടെ രണ്ടുപേരുടെയും പുത്രനാണ് ഞാൻ. അവിടെ സ്ത്രീത്വത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ട് ദയവിച്ചത് വരണ്ട. നിങ്ങളോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. മൂലവിഗ്രഹത്തിന് ബ്രഹ്മചാരി ഭാവം എന്നാൽ ആറാട്ട് നടത്തുന്നത് അയ്യപ്പൻ്റെ വിഗ്രഹമാണ്. അവിടെയും വ്യത്യാസം കാണുന്നു. കുലാചാരം, ദേശാചാരം ഇത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ പോകണം. ഓരോ ദേശത്തും എന്താണോ ആചാരം, ദേശേ ആചാരഃ പാരമ്പര്യാത് കുലേ കുലേ, പാരമ്പര്യമായിട്ട് ഇതനുസരിച്ചു കൊണ്ടിരിക്കണം. ആ ശബരി ചോദിച്ച ചോദ്യം ഒന്നുകൂടി പറയുകയാണ്. കർമ്മശാന്തിർ മനഃശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവേത് സരോജാക്ഷ ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധി ബലബദൃഢം. കൃഷ്ണനോട് അർജുനൻ ചോദിച്ച ചോദ്യം ശബരി അയ്യപ്പനോട് ചോദിച്ചിരുന്നു. ഈ വേദാന്തം മുഴുവനും നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ആ ഹനുമാനോട് ശ്രീരാമൻ ചോദിച്ച ഒരു ചോദ്യവും കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലയോ ഹനുമാനെ, നീ എങ്ങനെയാണ് എന്നെ കാണുന്നത്? ഒരു ചോദ്യം ഹനുമാൻ ചോദിച്ചിട്ടുണ്ട്. എന്നെ നീ എങ്ങനെ കാണുന്നു? അപ്പം 3 തരത്തിലാണ് ഹനുമാൻ മറുപടി പറഞ്ഞത്. ദേഹബുദ്ധ്യാതു ദാസോഹം, ദേഹബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ജീവബുദ്ധ്യ ത്വദംശകഃ, ജീവബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങയുടെ അംശമാകുന്നു, അംശാവതാരമാകുന്നു. ആത്മബുദ്ധ്യാ ത്വമേവാഹം, ആത്മബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങ് തന്നെയാകുന്നു. ഇതിമേ നിശ്ചിതാമതി, ഇതെൻ്റെ ഉറച്ച വിശ്വാസമാകുന്നു. 3 തരത്തിലാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? 3 മറുപടി എനിക്ക് പറയുവാനുണ്ട്. ദേഹബുദ്ധ്യാതു ദാസോഹം, ദേഹബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ദാസനാകുന്നു. ജീവബുദ്ധ്യാത്വദംശകഃ, ആത്മബുദ്ധ്യാത്വമേവാഹം ഇതിമേ നിശ്ചിതമതി, ഇതെൻ്റെ ഉറച്ച തീരുമാനമാകുന്നു. ഇത് തന്നെയാണ് ശബരിമല ദർശനം. മാലയിട്ടതിന് ശേഷം എരുമേലിപ്പേട്ട തുള്ളുന്നതുവരെ ഞാൻ അങ്ങയുടെ ദാസനാണ്. പേട്ട തുള്ളിയതിന് ശേഷം എൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നു, എനർജൈസേഷൻ വന്നിരിക്കുകയാണ് എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങയുടെ അംശമായി മാറി. 18ാം പടി ചവിട്ടുന്നത് വരെ ഞാൻ അങ്ങയുടെ അംശാവതാരമാണ്. 18ാം പടി തത്വപ്രതിബന്ധങ്ങൾ കടന്നു. 17 പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, 5 കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, 17 പടികൾ കടന്നു. ആ 18ാം പടിയാവുന്ന ജീവാത്മാവ് പ്രവേശിച്ചതിന് ശേഷമാണ് അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ഇതവിടെ എഴുതി വച്ചത് സ്വാമി ചിന്മയാനന്ദനാണ്. 82 മറ്റോ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല. ഈ തത്വം ശരിക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടി സ്വാമിജി എഴുതി വയ്ക്കാൻ പറഞ്ഞതാണത്. ഞാനും നീയും ഒന്ന് തന്നെ എന്ന ഭാവം വിഗ്രഹം കാണുന്നതോടുകൂടി കണ്ടു. തേങ്ങ അഭിഷേകം ചെയ്തു, കായികമായിട്ടും കണ്ടു. ഇനി ഞാൻ ഇറങ്ങുകയാണ്. ഈ ബോധത്തിന് മഹാവാക്യബോധമുണ്ടായിരിക്കണമെന്നതാണ് ഉപനിഷത്ത് ഋഷി പറയുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, ബ്രഹ്മത്തിൻ്റെ സ്വരൂപവാക്യമാണ്. അയമാത്മാ ബ്രഹ്മ മനനവാക്യമാണ്, ഉപാസനാവാക്യമാണ്. തത്വമസി ഉപദേശവാക്യം, ശ്രവണവാക്യമാണ്, എപ്പോഴും കേൾക്കേണ്ട വാക്യമാണ്. അഹം ബ്രഹ്മാസ്മി അത് അനുഭവവാക്യമാണ്. അതുതന്നെയാണ് അനുഭൂതിവാക്യം. ഈ മഹാവാക്യങ്ങളുടെ ഉപനിഷത്തിൻ്റെ ആ മഹാവാക്യ ദർശനം, ഉപനിഷത്ത് ദർശനമാണ് ശബരിമല ദർശനം. ചുരുക്കി പറഞ്ഞാൽ ഉപനിഷത്ത് നിങ്ങൾ പഠിക്കേണ്ട, ഈ വ്രതമനുസരിച്ച് അനുഷ്ഠിച്ചു കൊണ്ടുപോയാൽ മതി. ഈ തത്വം മനസ്സിലാക്കി തരുവാൻ വേണ്ടി രചിച്ച ആ ഗ്രന്ഥകർത്താക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഈ പറഞ്ഞ വാക്വാചകങ്ങൾ മുഴുവനും മാനസിക പുഷ്പാഞ്ജലിയാക്കിക്കൊണ്ട് ശബരിമലയിൽ 18ാം പടിക്ക് മുകളിലുള്ള ആ അയ്യപ്പൻ്റെ ശ്രീകോവിലിലെ അയ്യപ്പൻ്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഇതിനിവിടെ അവസരം തന്ന ഈ കയറി വരുന്ന ഈ വ്യക്തിക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. ഇദ്ദേഹമാണ് വിളിച്ചു വരുത്തിയത്. നാരായണസ്വാമി എല്ലാ കൊല്ലവും ഒരു ദിവസം പറയുവാനുള്ള അവസരം ഒരുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പാതാരബന്ധങ്ങളിൽ നമസ്കരിക്കുന്നു. ഇത്രയും നേരം വളരെ ക്ഷമാശക്തിയോടുകൂടി ഇത് കേട്ടിരുന്ന നിങ്ങളുടെ മുമ്പിൽ, ഓൺലൈനായിട്ട് കേൾക്കുന്നവരുടെ മുമ്പിലും സാഷ്ടാംഗം നന്ദി, നമസ്കാരം.